വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ RRBയുടെ സീരീസിൽ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഫിസിക്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് എനർജി പവർ ആണ്. ഓക്കെ, സോ നിങ്ങൾ ഏത് എക്സാമിന് പോയാലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്നത്. ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. വർക്ക് എനർജി പവർ എന്ന് പറയുന്നത് മൂന്നും തമ്മിൽ റിലേറ്റഡ് ആണ്. ഓക്കെ, തമ്മിൽ മൂന്നും എന്താണ്, അതിൽ ഇക്വേഷൻസ് ആയാലും അതിൻ്റെ യൂണിറ്റ് ആയാലും ഒക്കെ കുറേ റിലേഷൻസ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് മൂന്നും ഒരുമിച്ച് പഠിക്കണം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ജസ്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ much scientific invention has been directed towards designing machines that are beneficial to everyday life. അല്ലേ, ഒരുപാട് മെഷീൻസിന്റെ ഡിസൈനിങ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് നമ്മുടെ എവറിഡേ ലൈഫിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓട്ടോമൊബൈൽസിന്റെ ഇൻവെൻഷൻ ഇവിടെ പറയുന്നുണ്ട്. കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് അവർ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെ, കംപ്ലീറ്റ്ലി നമ്മുടെ സൊസൈറ്റി അത് ട്രാൻസ്ഫോം ചെയ്തു. ഓട്ടോമൊബൈൽസിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു അല്ലെ. സോ in order for automobiles to work for us, they need to powerful and energy efficient. അപ്പോൾ ഓട്ടോമൊബൈൽസ് എങ്ങനെയായിരിക്കണം? പവർഫുൾ ആയിരിക്കണം ആൻഡ് എനർജി എഫിഷ്യൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അത് പവർഫുൾ ആയിരിക്കണം, എനർജി എഫിഷ്യൻ്റ് ആയിരിക്കണം. ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കണം. അതായത് വർക്ക്, എനർജി, പവർ ആൻഡ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ അനലൈസിങ് ദി പെർഫോമൻസ് ഓഫ് മെഷീൻസിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതാണ്. അതിന്റെ വർക്ക് എങ്ങനെയാണ്, എനർജി എവിടെ നിന്നാണ് വരുന്നത്, എനർജി സോഴ്സ് എന്താണ്, എനർജി എങ്ങനെ കൺവേർട്ട് ആവുന്നു, ദെൻ പവർ എന്താണ്, ഇതിന്റെ പവർ എന്ന് വെച്ചാൽ എന്താണ്, സോ എഫിഷ്യൻസി, ഒരു മെഷീന്റെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വർക്ക് നമുക്ക് നോക്കി തുടങ്ങാം. അതാണ് ഫസ്റ്റ്. വർക്ക് is done when a force moves to a point at which it acts in the direction of the force. വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക, അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇതിന്റെ ഈ ഒരു ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ വർക്ക് ഡൺ എന്ന് പറയാം. സോ വർക്ക് ഡൺ എന്ന് പറയണമെങ്കിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണോ അതിന്റെ തന്നെ ഡയറക്ഷനിൽ എന്ത് നടക്കണം? ഡിസ്പ്ലേസ്മെന്റ് നടക്കണം. സോ ഫോഴ്സിന്റെ തന്നെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നാൽ നമ്മൾ അവിടെ വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു. വർക്ക് ഡൺ വെൻ എ ഫോഴ്സ് മൂവ്സ് ടു എ പോയിന്റ് അറ്റ് വിച്ച് ഇറ്റ് ആക്ട്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് അല്ലെ. When a force moves its point of application in the direction of force, the force does work and work done by the force is said to be positive. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, സോ വർക്ക് അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ തന്നെ, ആ ദിശയിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ എന്താണ്? Force moves its point of application in the direction of force. Okay, so force does work and work done by the force is said to be positive. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ഡൺ നമ്മൾ എന്തെന്ന് പറയും? പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറയാറുണ്ട്. ഓക്കെ ആണല്ലോ? സോ പോസിറ്റീവ് വർക്ക് ഡൺ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺവേഴ്സ്ലി, ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഇസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി മൂവ്മെന്റ്, അല്ലെങ്കിൽ ആ മൂവ്മെന്റ് ഡയറക്ഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഇസ് ഡൺ ഓൺ ദ ഫോഴ്സ് അല്ലെ. വർക്ക് ഇസ് ഡൺ ഓൺ ദ ഫോഴ്സ്, അതായത് ഫോഴ്സിന്റെ മുകളിലാണ് വർക്ക് നടന്നത് എന്നുള്ളതാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ള വർക്കിന് നമ്മൾ നെഗറ്റീവ് വർക്ക് ആണ്. ഓക്കെ, സോ ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെന്റ് നടന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് പറയാണ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ പറയുക വർക്ക് ഡൺ ഓൺ ദ ഫോഴ്സ് എന്നാണ്. അങ്ങനെയുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? സോ ആൻ ആൾട്ടർനേറ്റ് നെയിം ഫോർ ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ഇസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയതാണ്. സോ ജസ്റ്റ് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ A to B, ഇതൊരു A എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആണ്, ഇത് B എന്ന് പറയുന്ന ഒരു പൊസിഷൻ ആണ്. സോ A to B ഉള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് നമുക്കതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാനായിട്ട് പറ്റുക. ഓക്കെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അല്ലെങ്കിൽ വൺ പോയിന്റ് ടു അതർ, അതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ A to B എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡയറക്ഷനെ ഇത്
നോക്കുന്നില്ല. ഓക്കെ, ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ട്, പക്ഷേ ഡിസ്റ്റൻസിന് എന്തില്ല, ഡയറക്ഷൻ ഇല്ല. ഓക്കെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി വെക്ടർ ക്വാണ്ടിറ്റി ആസ് ഇസ് ഫോഴ്സ് അല്ലെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് പോലെ തന്നെ എന്താണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഹൗഎവർ വർക്ക് ഡൺ ഹാസ് നോ ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ എന്തില്ല, ഡയറക്ഷൻ ഇല്ല. ഓൺലി മാഗ്നിറ്റ്യൂഡ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. മനസ്സിലായോ? ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ജൂൾസ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നെക്സ്റ്റ് പോയിന്റ്, അനദർ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇസ്, നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് പറയാൻ ഞാൻ, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ വർക്ക് ഇസ് പോസിറ്റീവ്. ഫോഴ്സിന്റെ ഡയറക്ഷനിലല്ല ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് നെഗറ്റീവ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ്. ദെൻ നമുക്കറിയാം എഫ് എസ് ആണ് അല്ലെ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ്. ഇതെല്ലാം നമ്മൾ ഒന്നുകൂടി പഠിക്കും. എഫ് ഡോട്ട് എസ് ആണ് ശരിക്കും, എഫ് എസ് കോസ് തീറ്റ നമ്മൾ പറയും, എഫ് ഡോട്ട് എസ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ആണ് നടക്കുന്നതെങ്കിൽ അതിന് പോസിറ്റീവ് വർക്ക്, അല്ല ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് വർക്ക്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എന്ത് ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിലും എന്ത് വെക്ടർ ക്വാണ്ടിറ്റി അല്ല, വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു സ്കേലർ ക്വാണ്ടിറ്റി ആണ്, ഇത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ ജൂൾസ്. ജൂൾ ആണ് ഇതിന്റെ എന്താണ്, ജൂൾസ് ആണ്, ജൂൾസ് ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വർക്ക് ഡൺ. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ പറയുവാണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെ. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ എഫ് ഡോട്ട് എസ് നമ്മൾ പറഞ്ഞു, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ പറയുക, എഫ് എസ് കോസ് തീറ്റ. ഓക്കെ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ. എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ നമ്മൾ പറയും, കോസ് തീറ്റ ആംഗിൾ ആണ് നമ്മൾ പറയാം. വെൻ എ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ മൂവ്സ് ഇറ്റ് പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ ബൈ 1 മീറ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ 1 ന്യൂട്ടൺ ഫോഴ്സ്, നമ്മളിപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു, ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ നമ്മളൊരു 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിന് എന്ത് സംഭവിച്ചു, ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ 1 മീറ്റർ ഇതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചെങ്കിൽ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, 1 ജൂൾ ഓഫ് വർക്ക് ഇസ് ഡൺ എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 1 ജൂൾ ആണ്. ഓക്കെ, സോ 1 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു, അതിന് 1 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, അതായത് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. സോ വി സെറ്റ് ടു ബി എന്താണ്, 1 ജൂൾ ഓഫ് വർക്ക് ഇസ് ഡൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സിലായല്ലോ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ, ആൻഡ് ജൂൾ എന്ന് പറയുമ്പോൾ വർക്ക് ഡണ്ണിന്റെ വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫിഗറിൽ നോക്കുക. ഈ ഫിഗർ എന്ന് പറയുമ്പം നമ്മൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ അല്ലെ, അതായത് വർക്ക് ഡൺ. ഓക്കെ, ഇതൊരു ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ദാറ്റ് 1 ജൂൾ ഓഫ് വർക്ക് ഇസ് ഡൺ വെൻ 1 ന്യൂട്ടൺ ഫോഴ്സ് ലിഫ്റ്റഡ് ആൻ ഒബ്ജക്ട് ബൈ ലിഫ്റ്റ്സ് ആൻ ഒബ്ജക്ട് ബൈ 1 മീറ്റർ. 1 മീറ്റർ ആ ഒബ്ജക്റ്റിനെ ഉയർത്താൻ നമ്മൾ എന്ത് കൊടുത്തു, 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. സോ ആ ഒരു ഇല്ലസ്ട്രേഷൻ ജസ്റ്റ് ഒരു പിക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ആണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ 1 ജൂൾ ആണ് കേട്ടോ, 1 ജൂൾ ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ വെയിറ്റ് ആണ്, വെയിറ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോട്ട് ചെയ്തേക്കണം. സോ 1 മീറ്റർ ഇതിനെ ഉയർത്താൻ വേണ്ടി നമുക്ക് ആവശ്യമായതാണ് 1 ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ നമ്മളൊരു പിക്ചർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഈ ഒരു പിക്ചർ നോക്കുക. ഇവിടെ എന്ന് പറയുമ്പം എന്താണ് ഈ കോസ് തീറ്റ എന്ന് മനസ്സിലാവും, അതായത് ഈ തീറ്റ. ഓക്കെ, സോ ഇതാണ് ഒബ്ജക്റ്റ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ അതിന് എന്ത് സംഭവിച്ചു, ഫോഴ്സ് ഇങ്ങനെയാണ്, ഇങ്ങോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു. സോ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാൽ അതിന്റെ ആംഗിൾ, ഓക്കെ, അതാണ് തീറ്റ. സോ എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ, അതാണ് നമ്മൾ പറയാറുള്ളത്. ഈ പിക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, പിക്ചർ ഒന്നും എക്സാമിന് ചോദിക്കില്ല, നമുക്ക് അറിയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താണ് ഫോഴ്സ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് വർക്ക്, അത്രമാത്രം അറിഞ്ഞാൽ മതി. സോ വർക്ക് ഈസ് എനി ഫിസിക്കൽ ഓർ മെന്റൽ ആക്ടിവിറ്റി, ഓക്കെ, വിച്ച് വൺ ഡസ് ടു പെർഫോം ഡെയിലി ടാസ്ക് അല്ലെ. നമ്മളൊന്നല്ലെങ്കിൽ മെന്റലി ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫിസിക്കലി ചെയ്യുന്നതായിരിക്കും. ഡെയിലി ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, വർക്ക് എന്ന് പറയുന്നത്. ഹൗഎവർ ഇൻ സയന്റിഫിക് പാരലൻസ്, അതായത് നമ്മൾ സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് വർക്ക് ഇസ് ഡൺ എപ്പോഴാണ്, ഫോഴ്സ് പ്രൊഡ്യൂസസ് മോഷൻ ഇൻ ആൻ ഒബ്ജക്റ്റ്. ഒരു ഫോഴ്സ്
ഒരു ഒബ്ജക്റ്റിൽ ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വർക്ക് എന്ന് പറയുക. പക്ഷെ വെറുതെ പ്രൊഡ്യൂസ് ചെയ്താൽ പോരാ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ അതിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം. ഓക്കെ ആണല്ലോ. ദ എമൗണ്ട് ഓഫ് വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ 2 ഫാക്ടേഴ്സ്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എത്രയാണോ മാഗ്നിറ്റ്യൂഡ് and direction of force applied to an object important, it depends upon, means I'll take the highlighter. Okay, so magnitude and direction of force നെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ, വർക്ക് is depends upon. Okay, so magnitude and direction of force, the distance or displacement through which the object moves. അപ്പോൾ ഒന്നല്ലെങ്കിൽ അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും. ഓക്കെ, ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നോക്കുക, എത്ര ഫോഴ്സ് ആണോ 1 ന്യൂട്ടൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ അതിന്റെ ഡയറക്ഷനും നോക്കുക, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദെൻ എന്തിനെയാണ് അത് ആ ഒബ്ജക്റ്റിൽ ഉണ്ടാക്കിയ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം മൂവ്മെന്റിനെ. ഓക്കെ, ദെൻ ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ഫോഴ്സ് ഇൻ മൂവിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് of the force and then displacement of the point of application of the force in the direction of force. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് work is equal to F dot S അല്ലെങ്കിൽ force into displacement. അപ്പൊ എന്താണ് ദ എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത്, എന്താണ് ഒരു മൂവിംഗ് ബോഡിയിലുള്ള എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആണ് പ്രൊഡക്റ്റ് ഓഫ് എന്തിന്റെയൊക്കെ, ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ സംഭവിക്കണം, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെ സംഭവിക്കണം. അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, സോ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡിസ്പ്ലേസ്മെന്റ് in the direction of force. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ ആണല്ലോ. സോ W is equal to F into S ആണ്. വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അറിഞ്ഞിരിക്കുക, വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, thus the expression of work is, നമ്മൾ ഓൾറെഡി പറഞ്ഞു Fs cos theta. ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചിരിക്കുക കേട്ടോ, Fs cos theta. W is equal to Fs cos theta. Okay, thus the amount of work done is the product of force, displacement and the cosine of the angle between the force and displacement. അപ്പോൾ ശരിക്കും എന്താണ്, ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് മാത്രം പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ F ഡോട്ട് എസ് എന്നാണ് പറയുക. അപ്പോൾ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രൊഡക്റ്റ് മാത്രമല്ല, അതിന്റെ കൊസൈൻ എടുക്കണം അല്ലെ, കോസ് എടുക്കണം. കോസ് തീറ്റ, അവരുടെ ഇടയിലുള്ള ആംഗിളിന്റെ കോസ് ആംഗിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് വർക്ക് ഡൺ എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഈ കോസ് ആംഗിൾ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. കാരണം ഈ ആംഗിൾ മാറുന്നതിനനുസരിച്ച് വർക്ക് നെഗറ്റീവ് ആവാം, വർക്ക് പോസിറ്റീവ് ആവാം, വർക്ക് സീറോ ആവാം. ഓക്കെ ആണല്ലോ. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ആംഗിളിന്റെ കാര്യം ഞാൻ പറഞ്ഞാണ്, ഏതാണ് ആംഗിൾ എന്നുള്ളത് നമ്മൾ ഈ പിക്ചറിൽ കണ്ടു. ദിസ് ഇസ് ആംഗിൾ. ഈ ആംഗിൾ ആണ് നമ്മൾ കോസ് തീറ്റ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ Fs cos തീറ്റ ആണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ Fs cos തീറ്റ നോക്കാൻ വേണ്ടി നമ്മൾ തീറ്റ ആംഗിൾ എടുക്കുന്നു. ദെൻ ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, നമ്മൾ ഏത് ഡയറക്ഷനിലാണോ അപ്ലൈ ചെയ്തത്, ഓക്കെ, സോ ഇങ്ങനെ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതെങ്കിൽ അവിടെ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. കറക്റ്റ് അല്ലേ? തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. അപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ആവും. സോ W is equal to F into S മാത്രം വരും. സോ വർക്ക് ഇസ് മാക്സിമം ആൻഡ് പോസിറ്റീവ്. ആ 2 പോയിന്റ് ഓർത്തിരിക്കണം. വർക്ക് മാക്സിമം ആണ്, പോസിറ്റീവും ആണ്. ഓക്കെ, സോ F into S, F dot S അല്ലെങ്കിൽ F into S, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. കാരണം കോസ് തീറ്റ അവിടെ 0 ആണ്. ഓക്കെ, കോസ് 0 എത്രയാണെന്ന് നോക്കുക. സോ ദിസ് വർക്ക് ഇസ് മാക്സിമം ആൻഡ് പോസിറ്റീവ്. Then if the displacement is normal to the direction of the force, okay, അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ആണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷെ മൂവ്മെന്റ് ഉണ്ടായത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, സോ മൂവ്മെന്റ് ഇങ്ങനെയാണെങ്കിൽ, അതായത് ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തു, മൂവ്മെന്റ് ഇങ്ങോട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സ് താഴോട്ടാണ് അപ്ലൈ ആവുന്നത്, ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതെങ്കിൽ, ഓക്കെ, ഫോഴ്സ് താഴോട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നതെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ 90 ആവുമ്പോൾ എന്താണ്, 0 ആണ്. അപ്പൊ സോ F into S 0 ആയി മാറും. സോ നോ വർക്ക് ഇസ് ഡൺ എന്നാണ് പറയാം. അതായത് ഒരാൾ തലയിൽ ഒരു ചുമടെടുത്തിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണെങ്കിൽ, പാരലലി ആ ഫ്ലോറിലൂടെ നടക്കുകയാണെങ്കിൽ അവിടെ 0 വർക്ക് എന്നാണ് നമ്മൾ പറയുക. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവിടെയുള്ള കോസ് തീറ്റ 0 ആയിട്ട് പോവുകയാണ്. സോ ആ ടോട്ടൽ ഇക്വേഷൻ 0 ആയിട്ട് മാറും. സോ ദർ ഇസ് നോ വർക്ക് ഇസ് ഡൺ എന്നാണ് പറയുക.
Okay, so if the displacement is 0, then the work done is 0. അല്ലെ, അതും കറക്റ്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, എഫ് ഇൻറ്റു എസ് ആണ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് എസ് ആണ്, എഫ് ഇൻറ്റു എഫ് ഡോട്ട് എസ് ആണ്. സോ ഈ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് നടന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇപ്പൊ ഞാനൊരു വാളിനെ നീക്കാൻ പറ്റാത്ത ഒരു സാധനത്തെ ഞാൻ ഇങ്ങനെ ഫുൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ആ ഒരു ഒബ്ജക്റ്റിന് ഒരു വ്യത്യാസവും വരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു മൂവ്മെന്റും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ ഈ ഫുൾ ഇക്വേഷൻ 0. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് എന്തായിരിക്കും, ഫുൾ 0. അപ്പോഴും അത് 0 തന്നെയാണ്. ഓക്കെ, ദിസ് ഈസ് ദ കേസ് വെൻ എ ബോഡി ഈസ് പെർഫോമിംഗ് സർക്കുലർ മോഷൻ. അപ്പൊ സർക്കുലർ മോഷനിലുള്ള ബോഡി ആണെങ്കിലും അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, വർക്ക് ഡൺ അതുകൊണ്ട് 0 ആയിരിക്കും. ഓർത്തിരിക്കുക, സർക്കുലർ മോഷനിലുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0. ഓക്കെ ആണല്ലോ. ഇഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നതെങ്കിൽ, ഇങ്ങോട്ടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടേക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദെൻ ദ വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. ഓക്കെ, സോ 180 ഡിഗ്രി ആകുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരും. സോ വർക്ക് ഡൺ ഇസ് നെഗറ്റീവ്. അപ്പോൾ വർക്ക് ഡൺ ഇസ് മിനിമം ആൻഡ് നെഗറ്റീവ്. 3 വാല്യൂസ് നമ്മൾ പഠിച്ചു. 0 ആണെങ്കിൽ മാക്സിമം ആൻഡ് പോസിറ്റീവ്, സർക്കുലർ മോഷൻ ആൻഡ് ആംഗിൾ 90 ഡിഗ്രി. ഇത് രണ്ടും ആണെങ്കിലും എന്താണ്, 90 ഡിഗ്രി ആണെങ്കിലും സർക്കുലർ മോഷൻ ആണെങ്കിലും എന്താണ്, വർക്ക് ഡൺ 0 ആണ്. സർക്കുലർ മോഷൻ ആയാൽ 0 ആവുന്നതിന് കാരണം ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്നു. 90 ഡിഗ്രി ആവുമ്പോൾ കോസ് തീറ്റ 90 ആയതുകൊണ്ടാണ് അവിടെ ആ വാല്യൂ 0 ആവുന്നത് കൊണ്ടാണ് ഇവിടെ വർക്ക് ഡൺ 0 ആവുന്നത്. അപ്പൊ രണ്ട് സിറ്റുവേഷനിലാണ് വർക്ക് ഡൺ 0 ആവുന്നത്. ഒന്ന് നമ്മൾ തീറ്റ 90 ആവുമ്പോൾ, അല്ലെങ്കിൽ സർക്കുലർ മോഷനിലുള്ളപ്പോൾ. ഓക്കെ, ദെൻ 180 ഡിഗ്രി, ആംഗിൾ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആൻഡ് മിനിമം വർക്ക് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. സോ മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി, ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇതും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇഫ് എ ബോഡി ഓഫ് മാസ് എം മൂവ്സ് ഡൗൺ ഫ്രം എ ഹൈറ്റ്. ശരിക്കും നമ്മൾ ഫ്രീ ഫോളിന്റെ കാര്യമൊക്കെ ഇവിടെ പറയാറുണ്ട്. അപ്പോൾ ഫ്രീ ഫോളിന്റെ കാര്യമൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഫ്രീ ഫോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കുക. ജസ്റ്റ് ഒരു ബോഡി മുകളിൽ താഴോട്ട് വീഴാണ്. ഓക്കെ, സോ ആകപ്പാട് അതിനുണ്ടാവുക എന്താണ്, ജി ആയിരിക്കും. ജി ഈസ് 9.8. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. വേറെ ഒരു ഫോഴ്സും അതിന്റെ മുകളിൽ ആക്ട് ചെയ്യില്ല. ഫ്രീ ഫോളിന്റെ സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, if a body of mass m moves down from a height h, then the force of gravity or weight acts on the body through a displacement h. അല്ലെ, h ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡൗൺ. അതിന്റെ ഹൈറ്റ് ആണ് എന്താണ്, മൂവ്സ് ഡൗൺ ഫ്രം എ ഹൈറ്റ്, താഴോട്ട് വീഴാണ്. അപ്പൊ ഹൈറ്റ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. then the force of gravity or weight. അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആകപ്പാട് അതിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞു, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ അതിന്റെ വെയിറ്റ് എന്തായിരിക്കും, ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൊണ്ട് ഉണ്ടാവുന്ന വെയിറ്റ് മാത്രമായിരിക്കും. ഓക്കെ, വെയിറ്റ് ആക്ട്സ് ഓൺ ദി ബോഡി ത്രൂ ദി ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് കിട്ടുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദസ് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് എന്താണ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി ഇൻറ്റു എച്ച് ആയിരിക്കും. അതായത് അതിന്റെ വെയിറ്റ് അല്ലെ. സോ വെയിറ്റ് ആക്ട്സ് ഓൺ ദി ബോഡി, ഹൈറ്റ് കൊണ്ട് കിട്ടുന്ന അതിന്റെ വെയിറ്റ്, അതാണ് അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. കറക്റ്റ് അല്ലേ. ഒരു ബോഡി താഴോട്ട് വീഴാണ്, അവിടുത്തെ ഫോഴ്സ് എഫ് ഡോട്ട് എസ് ആണ് നമ്മൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞത്. സോ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി ആണ്, അതിന്റെ വെയിറ്റ് അല്ലെ, എം ജി ആണ് വെയിറ്റ്. മാസ് ഇൻറ്റു അതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എം ജി ഇൻറ്റു എന്തായിരിക്കും, താഴോട്ട് വീഴുമ്പോൾ അതിന്റെ ഹൈറ്റ് കുറഞ്ഞു വരികയാണ്. സോ എച്ച് ആണ് അവിടെ നടക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി ഇഫ് എ ബോഡി ഈസ് ത്രോൺ അപ് ടു എ ഹൈറ്റ് h, നമ്മൾ ഒരു ബോൾ മുകളിലോട്ട് എറിയാണ്. ഓക്കെ, അപ് ടു എ ഹൈറ്റ് എറിയുവാണ്. then the work done by the gravity is negative mgh. കറക്റ്റ് അല്ലേ. നമ്മൾ ഇങ്ങനെയോ ആലോചിക്കണം, നമ്മുടെ വെയിറ്റ് ഇൻ ദ ബോഡി ഇൻ ദി ലിഫ്റ്റ്, വെയിറ്റ് ഓഫ് അവർ ബോഡി ഇൻ ലിഫ്റ്റ്, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. സോ എപ്പോഴും താഴോട്ട് വരുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂ ആണ്, അതായത് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, സോ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് എം ജി എച്ച് ആയിരിക്കും, നെഗറ്റീവ് എം ജി എച്ച്. ഓക്കെ, സോ ഇങ്ങനെ ഓർത്താൽ മതി. താഴോട്ട് വരുന്ന സമയത്ത് എം ജി എച്ച് ആയിരിക്കും. ഒരു ബോഡി നമ്മൾ മുകളിലോട്ട് എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എം ജി എച്ച് ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആണ് അല്ലെ, നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് എം ജി എച്ച് ആയിട്ട് മാറണം. ലിഫ്റ്റിലുള്ള കാര്യം കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദിസ് ആണ്. ബിക്കോസ് നമുക്ക് ലിഫ്റ്റിലെ കാര്യം
കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അത് വേറൊരു ടോപ്പിക്കാണ്, ആ ടോപ്പിക് വരുമ്പോൾ പറയാം. സോ ദ SI യൂണിറ്റ് ഓഫ് വർക്ക് ഇസ്, എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ എഫും എസും ആണ്. ഞാൻ പറഞ്ഞു എഫും എസും ആണ്. ഫോഴ്സിന്റെ ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ. അങ്ങനെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ ജൂൾ. എപ്പോഴും ചോദിക്കുന്നത് ഈ ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ജൂൾ ആണ്. ഓക്കെ, 1 joule of work is said to be done when force of 1 Newton displaces the body through distance of 1 meter in its direction. അത് നമ്മൾ പിക്ചറിൽ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, CGS യൂണിറ്റ് ഓഫ് വർക്ക് ഇസ് എർഗ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. എർഗ് ആണ് വർക്കിന്റെ CGS യൂണിറ്റ്, എർഗ്. 1 erg of work is said to be done when a force of 1 dyne. അപ്പൊ 1 erg എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡൈനെ നമുക്ക് എർഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ 1 എർഗ് വർക്ക് ഡൺ നടന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡൈൻ ഫോഴ്സ്, ഓക്കെ, when a force of 1 dyne displaces the body through the distance of 1 centimeter in the direction. ഫോഴ്സ് എന്ന് പറയുന്നത് 1 dyne ആയിരിക്കും. ദെൻ 1 centimeter ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1 dyne ആണ് ഫോഴ്സ്, 1 centimeter ആണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 erg വർക്ക് അവിടെ നടന്നു എന്ന് പറയാം. ഓക്കെ, അതായത് ഫോഴ്സ് എന്തിൽ പറയുന്നു? ഡൈനിൽ പറയുമ്പോഴാണ്. അതായത് ഡൈൻ CGS യൂണിറ്റ് ആണ് ഫോഴ്സിന്റെ, SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ 1 joule is equal to, ഇത് പറഞ്ഞിരിക്കുക, 1 joule is equal to 10⁻⁷ erg. 1 joule is equal to 10⁻⁷ erg. നെക്സ്റ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് പവർ ആണ്. പവർ. ഓക്കെ, പവർ ഇസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഓക്കെ, സോ പവർ ഇസ് ഡിഫൈൻഡ് ആസ് ദി റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഓർ ദി റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പൊ എനർജിയുടെ ടേംസിൽ പറയുവാണെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എനർജി ആണ്. എന്നാൽ വർക്കിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ഇതെല്ലാം PYQ ഒക്കെ ചോദിച്ചാണ്, MCQയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് നോക്കുക. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് പവർ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എനർജി. എനർജി ട്രാൻസ്ഫറിന്റെ റേറ്റ്, അതും റേറ്റ് തന്നെയാണ്. റേറ്റ് എന്ന് കാണുമ്പോൾ തന്നെ ഈ വർക്ക് എനർജി പവറിൽ എന്താണ്, വർക്കിന്റെ ആയാലും എനർജിയുടെ ആയാലും റേറ്റ് ആണ് എന്ത്, എനർജിയുടെ ട്രാൻസ്ഫറിന്റെ റേറ്റ്, വർക്കിന്റെ വർക്ക് ഡൺ ആയതിന്റെ റേറ്റ്. അപ്പൊ ആ റേറ്റ് പറയുന്നതാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ പവറിന്റെ ഇക്വേഷൻ നോക്കിയേ, W/T ആണ്. ഓക്കെ, വർക്ക് ബൈ ടൈം ആണ്. അതായത് റേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ടൈം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ടൈമിൽ നടന്ന വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. പവർ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സോ നമ്മൾ നേരത്തെ വർക്കും സ്കേലാർ ആയിരുന്നു, ഇവിടെ പവറും എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇത് സ്കേലർ ആണ്, ഇത് സ്കേലർ ആണ്. സോ പവർ ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അത്രേ ഉള്ളൂ. ഇവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, പക്ഷേ വർക്കിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതും സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. ഇഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് അറ്റ് ആൻ ആംഗിൾ തീറ്റ, then the power is, okay, so power എന്ന് പറയുന്നത് W is equal to, ഇവിടെ is equal to ഉണ്ട് കേട്ടോ, equal to Fs cos theta ആണ്. സോ പവർ എന്ന് പറയുന്നത് Fs cos theta by T ആണ്. സോ S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, T എന്ന് പറഞ്ഞാൽ ടൈം ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും. അപ്പൊ FV cos theta ആയിട്ട് മാറും. ഓക്കെ, സോ ഒരു ആംഗിളിൽ നമ്മൾ പറയുവാണെങ്കിൽ, ആംഗിളിന്റെ ബേസിസിൽ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്, Fs cos theta by T എന്ന് വെച്ചാൽ പവർ, അത് എന്തായിട്ട് മാറും, FV cos theta ആയിട്ട് മാറും. FV cos theta. ഓക്കെ ആണല്ലോ. സോ SI യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് വാട്ട് ആണ്, PYQ. ഓക്കെ, വാട്ട് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ജൂൾസ് പെർ സെക്കൻഡ്, അതും കൂടി പഠിച്ചിരിക്കുക. കാരണം ജൂൾ ഇതിന്റെ ജൂൾ ആണ്, ടൈമിന്റെ സെക്കൻഡ് ആണ്. സോ ജൂൾ പെർ സെക്കൻഡ് അങ്ങനെ പഠിച്ചിരുന്നാലും മതി. ഇവിടെ വാട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ശരിക്കുള്ള SI യൂണിറ്റ് വാട്ട് ആണ്. കൂടുതൽ എക്സാമിന് ചോദിക്കാറുള്ളതും വാട്ട് തന്നെയാണ്. ഓക്കെ, സോ CGS യൂണിറ്റ് എന്താണ്, എർഗ് പെർ സെക്കൻഡ് ആണ്. അത് നമുക്കറിയാം. വർക്ക് ഡണിന്റെ എന്താണ്, എർഗ് ആണ്. ദെൻ ടീന്റെ സെക്കൻഡ് ആണ്, എർഗ് പെർ സെക്കൻഡ്. അനദർ യൂണിറ്റ് ഇസ് കിലോ വാട്ട്. നമ്മൾ വലിയ വലിയ ക്വാണ്ടിറ്റീസ് എല്ലാം പറയുമ്പോൾ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് ആണ്. കിലോ വാട്ട് അവർ എന്നൊക്കെയാണ് നമ്മൾ പറയുക. 1 kilowatt is equal to 1000 watt. 1 megawatt is equal to 10⁶ watt. ഇത് പഠിച്ചിരിക്കുക. 1 horse power ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, 1 horse power is equal to 746 watt. 1 horsepower is equal to 746 watt, അല്ലെങ്കിൽ 0.746 kilowatt. Okay, so move on to next slide. പവറും വർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക. ദെൻ ഏതൊക്കെയാണ് ആംഗിൾ, ആംഗിളിൽ വരുന്ന ഡിഫറൻസ് എന്താണ്, ഇവിടെ ആംഗിൾ ചേർത്ത് പറയുമ്പോൾ
നമുക്ക് പവറിന്റെ ഇക്വേഷൻ എഫ് വി കോസ് തീറ്റ എന്നായിട്ട് മാറും. ഓക്കെ, സോ നെക്സ്റ്റ് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. മെഷീൻസ് സച്ച് ആസ് വിൻഡ് ടർബൈൻസ് ഓർ എൻജിൻസ് ഡു വർക്ക് വെൻ ദേ ചേഞ്ച് എനർജി ഇൻ ടു എ യൂസ്ഫുൾ ഫോം അല്ലെ. വിൻഡ് ടർബൈൻസോ അല്ലെങ്കിൽ എൻജിൻസോ ഏതെങ്കിലും ഓട്ടോമൊബൈൽ എൻജിൻസ് ഒക്കെ ആയാലും അവരെന്ത് ചെയ്യുന്നു, അവരുടെ എനർജീനെ അവരിൽ കൊടുക്കുന്ന ഫ്യൂവൽ കൊണ്ട് അതിൽ ഉണ്ടാവുന്ന എനർജിയെ അവർ യൂസ്ഫുൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ റേറ്റ് ഓഫ് ദിസ് കൺവേർട്ടിങ് എനർജിയാണ് എന്ത്, അല്ലെങ്കിൽ ആ യൂസിങ് എനർജിയാണ് എന്ത്, പവർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു റേറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. വർക്ക് ഡൺ റേറ്റ് അല്ലെങ്കിൽ എനർജി കൺവേർഷന്റെ റേറ്റ്. നമ്മൾ മെഷീന്റെ കാര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനർജി കൺവേർഷന്റെ റേറ്റ് എന്നുള്ള രീതിക്ക് പറയാൻ പറ്റും. ഓക്കെ, so consider an automobile engine. It converts chemical energy stored in the form of fuel അല്ലെ. ഫ്യൂവൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഇൻ ദ ഫോം റൊട്ടേഷണൽ മൂവ്മെന്റ് അല്ലെ. എഞ്ചിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ റൊട്ടേഷണൽ മൂവ്മെന്റിലൂടെ ഉള്ള ഫ്യൂവലിനെ അവരെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ. ഓക്കെ, W by T, P is equal to W by T. അത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. P is equal to W by T. Okay, work done by എന്താണ്, വർക്ക് ഡൺ ബൈ ടൈം ടേക്കൺ. എത്ര ടൈം ആണ് എടുത്തത്, അപ്പൊ റേറ്റ് ആണ്. ടൈം വന്നാൽ തന്നെ റേറ്റ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ദ യൂണിറ്റ് നമ്മൾ പറഞ്ഞതാണ് വാട്ട്. 1 watt is equal to the rate of working of 1 joule per second അല്ലെ. സോ 1 joule per second നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജൂൾ പെർ സെക്കൻഡ് 1 വാട്ടിന് ഈക്വൽ ആണ്. ദെൻ പവർ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതിനെ തന്നെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് ഒരു പക്ഷേ എക്സാമിന് ഓപ്ഷനിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ എഫ് എസ് കോസ് തീറ്റ നമ്മൾ കൺവേർട്ട് ചെയ്തല്ലോ, എഫ് എസ് കോസ് തീറ്റ ബൈ ടി, എസ് ബൈ ടി വി. അപ്പോ എഫ് വി കോസ് തീറ്റ നമ്മൾ കൺവേർട്ട് ചെയ്തല്ലോ, അതേപോലെ ഒരു കൺവേർഷൻ ആണ് ഇവിടെയും പറയണേ. അപ്പോ ഇവിടെ പറയുന്നു കൺസിഡർ എ ഫോഴ്സ് എഫ് വിച്ച് മൂവ്സ് എ ഡിസ്റ്റൻസ് എക്സ്. എക്സ് ആണ് ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമ്മൾ എസ് എന്ന് എഴുതിയതിന് പകരം ഇവിടെ എക്സ് എന്ന് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അറ്റ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ, വെലോസിറ്റി വി ആണ്, ആ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൽ വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്. ദെൻ ഇൻ ടൈം ടി. അപ്പൊ അങ്ങനെയുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് ബൈ ദ ഫോഴ്സസ് ഗിവൺ ബൈ ദി ഫോളോയിങ് ഇക്വേഷൻ. എന്താണ്, W is equal to എഫ് എക്സ് ആയിരിക്കും. അതായത് എഫ് ഇൻറ്റു എക്സ്. എഫ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ വെലോസിറ്റിയും കൂടി ഉള്ളത് കൊണ്ട് ഫോഴ്സ് ഇൻറ്റു എന്താണ്, വെലോസിറ്റി. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് മാത്രം പഠിച്ചാലും മതി. ഓക്കെ, ദെൻ വേറൊരു ടേം നമ്മൾ പറഞ്ഞു കിലോ വാട്ട് അവർ. അതപ്പോഴേ പറഞ്ഞതാണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എന്താണ്, വെൻ വർക്ക് ഡൺ അറ്റ് എ റേറ്റ് ഓഫ് 1 കിലോ വാട്ട് ഫോർ ടൈം ഓഫ് 1 അവർ അല്ലെ. കിലോ വാട്ട് അവർ അതിൽ തന്നെ ഉണ്ട്. കിലോ വാട്ട് വേറൊരു യൂണിറ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. സോ കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ അറ്റ് ദ റേറ്റ് ഓഫ് 1 കിലോ വാട്ട്. 1 കിലോ വാട്ട് വർക്ക് നടന്നു എപ്പോ, പെർ അവർ, ഒരു അവറിൽ. അതുകൊണ്ടാണ് കിലോ വാട്ട് അവർ എന്നുള്ളൊരു യൂണിറ്റ് കൂടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ ഭാഗം ഇത്രയേ ഉള്ളൂ. ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും ടേംസിൽ ഇതിനെ പറയുന്നതാണ്. നമ്മൾ നേരത്തെ ഇത് പറഞ്ഞ തന്നെയാണ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, സോ ഈ എസ് ബൈ ടി വെലോസിറ്റി ആയി മാറുന്നതിന്റെ വേറൊരു ടേംസിൽ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എനർജി. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞു, പവർ കഴിഞ്ഞു. ഇനി എനർജി. എനർജി എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ എനർജി ആസ് ദി കപ്പാസിറ്റി ടു ഡു വർക്ക്. വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പൊ റേറ്റ് ഓഫ് വർക്ക് ആണ് പവർ, കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. The amount of energy possessed by a body is the amount of work it can do when that energy is released. അപ്പൊ ശരിക്കും ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന എനർജി, ആ ബോഡിയിൽ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദ ബോഡി ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഇറ്റ് ക്യാൻ ഡു വെൻ ദ എനർജി ഈസ് റിലീസ്ഡ്. അപ്പൊ ആ എനർജി റിലീസ് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുന്നതാണ് എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആ ബോഡിക്കകത്ത് എനർജി ഉണ്ട്, ആ എനർജി റിലീസ് ചെയ്യുമ്പോൾ ആ ബോഡി എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്ന് നോക്കുന്നതാണ് എന്ത്, എനർജി. എനർജിയും എന്താണ്, ഇറ്റ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പൊ വർക്ക്, എനർജി, പവറിൽ മൂന്നും എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി.
സ്കേലാർ ക്വാണ്ടിറ്റി. ദ SI യൂണിറ്റ് ഓഫ് എനർജി is same that of work. എന്താണ്? ജൂൾ തന്നെയാണ്. CGS യൂണിറ്റ് എന്താണ്? ഇത് തന്നെയാണ്. അപ്പോൾ എനർജിയുടെയും വർക്കിന്റെയും യൂണിറ്റ് സെയിം ആണ്, അറിഞ്ഞിരിക്കുക. യൂണിറ്റ് സെയിം. വർക്കിന്റെയും എനർജിയുടെയും യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ജൂൾ. CGS യൂണിറ്റ് എർഗ് ആണ്. വേറെ എന്തായിരുന്നു? അനദർ യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് വാട്ട് അവർ ആണ്, അല്ലെങ്കിൽ കിലോ വാട്ട്. നമ്മുടെ പവറിന്റെ പോലെ തന്നെ എന്താണ്? കിലോ വാട്ട് അവറിലും നമ്മൾ എനർജി പറയാറുണ്ട്. ഈ കൺവേർഷൻ പഠിച്ചിരിക്കണം. കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു 3.6 into 10⁶ ജൂൾ is equal to 3.6 മെഗാ ജൂൾ. ഓക്കെ. ഓക്കെ. സോ ഈ ഒരു ജൂളിന്റെ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലേ, ജസ്റ്റ് കൺവേർട്ട് ചെയ്തതാണ് അത്രേ ഉള്ളൂ. സോ ഇവിടെ ഓർത്തിരിക്കുക, കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു 3.6 into 10⁶ ജൂൾ ആണ്. ഓക്കെ. ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് എനർജി ഇസ് കിലോ വാട്ട് അവർ. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു പവറിന്റെ ആണെങ്കിൽ നമ്മൾ വലിയ വലിയ ക്വാണ്ടിറ്റീസ്, നമ്മൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയാറുള്ളൂ? കിലോ വാട്ട് അവർ ആണ് പറയാറുള്ളത്. ഓക്കെ. കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് ഇവിടെയും എനർജിയുടെ ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോ വാട്ട് അവർ ആണ്, കോമൺലി നോൺ ആസ് യൂണിറ്റ്. ഓക്കെ. അപ്പൊ എനർജിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതും എന്താണ്? കിലോ വാട്ട് അവർ ആണ്. ഓക്കെ. വൺ കിലോ വാട്ട് അവർ ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. സോ ഈ പോയിന്റ് വേണ്ട. 1 minute. നെക്സ്റ്റ് നമ്മൾ എനർജിയുടെ ഫോംസിൽ വരുമ്പോൾ നമ്മൾ ഹീറ്റ് എനർജിയുടെ കാര്യമൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ്. ഇത് വേണ്ട, കാരണം തൊട്ട് മുകളിൽ എഴുതിയ പോയിന്റ് തന്നെയാണിത്. സോ ഇത് വേണ്ട. ഓക്കെ. സോ കോമൺലി നോൺ ആസ് യൂണിറ്റ്. ഹീറ്റ് എനർജി ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ കാലറീസ്. ഇമ്പോർട്ടൻറ്റ്. ഹീറ്റ് എനർജി മെഷർ ചെയ്യുന്നത് കാലറീസിലാണ്. ഓക്കെ. പൊതുവേ എനർജീസും നമ്മൾ ജൂളിൽ മെഷർ ചെയ്യും. ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ജൂളിൽ മെഷർ ചെയ്യാറുണ്ട്, അതേപോലെ കാലറിയിലും മെഷർ ചെയ്യാറുണ്ട്. ഓക്കെ. 1 calorie is the energy required in raising the temperature of 1 gram of water through 1 degree Celsius. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 1 calorie എന്ന് വെച്ചാൽ എന്താണ്? 1 calorie എന്ന് വെച്ചാൽ is the energy required to raising the temperature of 1 gram of water to 1 degree Celsius. ഇവിടെ 1 gram വാട്ടർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. വാട്ടർ എങ്ങനെയാണ് ഗ്രാമിൽ പറയുന്നതെന്നൊക്കെ ആലോചിക്കാം. പക്ഷെ 1 gram വാട്ടർ ആണ് എടുത്തേക്കണം, അത്രയേ ഉള്ളൂ. അത് നമ്മൾ പറയുമ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടി പറയുകയാണ്. സോ 1 gram വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് എടുത്താണ്. 1 gram വാട്ടർ എടുത്തു. ഇതിന്റെ ടെമ്പറേച്ചർ നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്തു? ഇതിന്റെ ടെമ്പറേച്ചർ നമ്മൾ 1 degree Celsius ഇൻക്രീസ് ചെയ്തു. ഓക്കെ. 1 gram വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 degree Celsius ഇൻക്രീസ് ചെയ്തപ്പോൾ, ഓക്കെ, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട എനർജി എത്രയാണോ അതാണ് എന്ത്? 1 calorie എന്ന് പറയുമ്പോൾ. ഓക്കെ. 1 calorie is the energy required in raising the temperature of 1 gram of water through 1 degree Celsius. ഓക്കെ. സോ 1 joule എന്ന് പറയുന്നത് എത്ര കാലറി ആണ്? 0.24 കാലറി ആണ്. ഇമ്പോർട്ടൻറ്റ്. ജൂൾസിൽ നമ്മൾ എനർജിയിൽ പറയാറുണ്ട്. ഇവിടെ 1 joule is equal to 0.24 calorie. Okay. Then 1 calorie is equal to നേരെ തിരിച്ചുള്ള കൺവേർഷൻ ആണ്, അതും കൂടി അറിഞ്ഞിരിക്കുക. ചില കൺവേർഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്സിൽ. 1 calorie is equal to 4.18 joule. 1 kilo calorie is equal to 1000 calories ആണ്. അപ്പൊ ജൂൾസിലാണെന്നുണ്ടെങ്കിൽ 4180 joule. Okay. So 1 joule is equal to 0.24 calorie. 1 calorie is equal to 4.18 joule. 1 kilocalorie is equal to 1000 calorie. That will be equal to എത്ര joule ആണ്? 4180 joule ആണ്. Okay. So 1 electron volt is the energy gained by an electron. ഇത് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോൺ എനർജി ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജിയുടെ കാര്യമാണ് ഈ പറയുന്നത്. സോ 1 electron volt is the energy gained by. എനർജി പല ഫോംസിലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എനർജിയുടെ ഫോംസ് ഇനി പഠിക്കും. So 1 electron volt is the energy gained by an electron when it is accelerated through a potential difference of 1 volt. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എത്രയാണ്? 1 volt ആണ്. ഈ ഒരു പോയിന്റും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ, ഈ ഒരു പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ 1 volt ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഈ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രോൺ അവിടെ ആക്സലറേറ്റഡ് ആവും. അങ്ങനെ ഇലക്ട്രോൺ ആക്സലറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺ മൂവ്മെന്റ് അവിടെ സംഭവിക്കും. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുക? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ അറിഞ്ഞിരിക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇലക്ട്രോൺസ് is known as ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് വേണമെങ്കിൽ അവിടെ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിലുള്ള ഡിഫറൻസ്. അങ്ങനെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ ഇലക്ട്രോൺ ആക്സലറേഷൻ സംഭവിക്കും. ആ സമയത്ത് ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് എന്ത്? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂൾ ആണെന്നുള്ളത് നോക്കിയിരിക്കുക. 1 ഇലക്ട്രോൺ വോൾട്ട് ജസ്റ്റ് റബ് ചെയ്തിട്ട് വരയ്ക്കാം. 1 ഇലക്ട്രോൺ വോൾട്ട് 1.6 into 10⁻⁻19 ജൂൾ. ഓക്കെ, 1.6 into 10⁻⁻19 ജൂൾ ആണ് 1 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ എനർജി നമ്മളിപ്പോൾ പറഞ്ഞു, ഇൻ ഓർഡർ ടു wind up a spring, work has to be done because a force must be moved through a distance. അല്ലെ, നമ്മളൊരു സ്പ്രിങ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ എന്ത് വേണം? ഒരു എനർജി കൊടുക്കേണ്ടതായിട്ടുണ്ട്. when the spring is wound, it stored the ability to do work. ഓക്കെ, സോ ആ എനർജി എന്ത് ചെയ്യാണ്? ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആ സ്പ്രിങ് ആണെന്നുണ്ടെങ്കിലും അത് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ആ സ്പ്രിങ്ങിനെ അമർത്തി പിടിച്ചിരിക്കുമ്പോൾ ശരിക്കും ആ ഒരു എബിലിറ്റിനെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എനിത്തിങ് ദാറ്റ് ഈസ് ഏബിൾ ടു ഡു വർക്ക് ഇസ് സെഡ് ടു ഹാവ് എനർജി. ശരിയല്ലേ? അപ്പോൾ എന്ത് സാധനത്തിനായാലും എന്താണ് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ അകത്ത് എനർജി ഉള്ളത് കൊണ്ടാണ്. എനർജി സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, മെഷേഴ്സ് ഇൻ ജൂൾസ്. എ ബോഡി വിച്ച് ക്യാൻ ഡു വർക്ക് മസ്റ്റ് ഹാവ് എനർജി. ഈ സെയിം പറഞ്ഞ കാര്യം തന്നെ വേറെ വേറെ സെന്റൻസിൽ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഇപ്പൊ സപ്പോസ് ഇവിടെ എ ബോഡി വിച്ച് ക്യാൻ ഡു വർക്ക് മസ്റ്റ് ഹാവ് ഡാഷ് എന്ന് തരാം. ഓക്കെ, സോ എനർജി. സോ അങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയാണ് മിക്കവാറും ഈ സെന്റൻസുകളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് കപ്പാസിറ്റി ടു ഡു വർക്ക്, അതും പറയാം. ഓക്കെ, കപ്പാസിറ്റി ടു ഡു വർക്ക് ഡാഷ് എനർജി, അതും പറയാം. സോ ഇങ്ങനെയും പറയാം. എ ബോഡി വിച്ച് ക്യാൻ ഡു വർക്ക് മസ്റ്റ് ഹാവ് എനർജി എന്നും പറയാം. ആ ഒരു ഗ്രാമറിലുള്ള ചെറിയൊരു ഡിഫറൻസ് അത്രയേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. എഫിഷ്യൻസി. ഓക്കെ, efficiency is a measure of how much of a total energy spent may be considered useful and is not lost. Okay, efficiency എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ എനർജിയുടെ എത്ര ഭാഗം ഉപയോഗിച്ചു. ഓക്കെ, ഹൗ മച്ച് ഓഫ് ടോട്ടൽ എനർജി സ്പെൻഡ് മേ ബി കൺസിഡേർഡ് യൂസ്ഫുൾ ആൻഡ് നോട്ട് ലോസ്റ്റ്. യൂസ്ഫുൾ എനർജിയാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. യൂസ്ഫുൾ അതായത് നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഗുണകരമായിട്ട് എത്രത്തോളം എനർജി അവിടെ യൂസ് ചെയ്യപ്പെട്ടു. ടോട്ടൽ എനർജിയുടെ എത്രത്തോളം എനർജി യൂസ്ഫുൾ ആയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എഫിഷ്യൻസി ഇസ് ദി മെഷർ ഓഫ് how much of a total energy spent may be considered useful and is not lost. Okay ആണല്ലോ. ഇനി efficiency may be given as a ratio or as a percentage. അപ്പോൾ എഫിഷ്യൻസി നമുക്ക് ഒന്നല്ലെങ്കിൽ റേഷ്യോ ആയിട്ടായിരിക്കും തരിക, അല്ലെങ്കിൽ പെർസെൻറ്റേജിലായിരിക്കും നമുക്ക് എഫിഷ്യൻസി കിട്ടുക. ഓക്കെ, സിൻസ് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ്, എഫിഷ്യൻസി ക്യാൻ നെവർ ബി ഗ്രേറ്റർ ദാൻ 100%. അപ്പോൾ 100%-നെക്കാളും എഫിഷ്യൻസി കൂടാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം എനർജി നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിയിൽ പഠിക്കും, എനർജി ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് നമുക്ക് അവരെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. സോ അതാണ് അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ എനർജിയുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ എഫിഷ്യൻസി 100% കൂടുതൽ പോവോ? ഒരിക്കലും പോവില്ല. ബിക്കോസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എനർജിയാണ്. അപ്പൊ ആ എനർജി പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫിഷ്യൻസി നെവർ ബി ഗ്രേറ്റർ ദാൻ 100%. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കൺസിഡർ എ ഹെയർ ഡ്രയർ. ഓക്കെ, നമ്മുടെ കയ്യിലൊക്കെയുള്ള ഹെയർ ഡ്രയർ കൺസിഡർ ചെയ്യുക. ദാറ്റ് കൺസ്യൂംസ് എത്രയാണ്? സപ്പോസ് ഫോർ എക്സാമ്പിൾ 1000 ജൂൾ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ബട്ട് ഇറ്റ് ഓൺലി പ്രൊഡ്യൂസസ് 350 ജൂൾ ഓഫ് ഹീറ്റ്.
അപ്പൊ ആകപ്പാടെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയേ ഉള്ളൂ? 1000 ജൂള് ഇലക്ട്രിക്കൽ എനർജി ഇത് കൺസ്യൂം ചെയ്താൽ പോലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 350 ജൂൾ ഓഫ് ഹീറ്റ് ആണ്. ദാറ്റ് ഈസ് എ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി. ആ ഹീറ്റ് വന്നാലേ നമുക്ക് ഹെയർ ഡ്രയർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 350 ജൂൾ ആണ്. അപ്പൊ ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? ഹെയർ ഡ്രയറിന്റെ 35% ആണ്. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിനെ 100 കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ പെർസെന്റേജിൽ അല്ലെങ്കിൽ റേഷ്യോയിൽ നമുക്ക് എഫിഷ്യൻസി പറയാനായിട്ട് സാധിക്കും. സോ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി. സോ 35% ആണ് ഈ ഹെയർ ഡ്രയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എത്രത്തോളം എനർജി ഇതിന്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എനർജി ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കുക. അതിന്റെ എത്ര പോർഷൻ ആണ് ഇത് യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് നോക്കുക. അത്രയേ ഉള്ളൂ ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ. ഓക്കെ ആണല്ലോ. മെഷീൻസ് വിത്ത് 100% എഫിഷ്യൻസി ആർ കോൾഡ് പെർപെച്വൽ മെഷീൻസ്. ഓക്കെ, 100% എഫിഷ്യൻസിയുള്ള മെഷീൻസിന് നമ്മൾ പെർപെച്വൽ മെഷീൻസ് ഓർത്തിരിക്കുക. പെർപെച്വൽ മെഷീൻസ് 100% എഫിഷ്യൻസി ആണ്. അപ്പോൾ 100% എഫിഷ്യൻസി ഉള്ള മെഷീൻസ് ഉണ്ടാവോ? ഇല്ല. അങ്ങനെയുള്ള മെഷീൻസ് ഇമ്പോസിബിൾ ടു ഡിസൈൻ. ഒരിക്കലും 100% എഫിഷ്യൻസി ഉള്ള മെഷീൻസ് ഉണ്ടാവില്ല. അതിന്റെ റീസൺ എന്താ? ഏത് മെഷീനും നമുക്ക് 100% എഫിഷ്യൻസിയോടുകൂടെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ബിക്കോസ് എന്തെങ്കിലുമൊക്കെ ലോസ് അതിന്റെ എനർജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം ആ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അത് ഉപയോഗിക്കും. അപ്പൊ അതിന്റെ അകത്തുള്ള മുഴുവൻ എനർജിനെയും അതിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഇത് ശരിക്കും ഇമ്പോസിബിൾ എന്നാ പറയുന്നത്, ഡിഫിക്കൾട്ട് എന്നല്ല, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ബിക്കോസ് ആ മെഷീന്റെ നിലനിൽപ്പിന് വേണ്ടി കുറച്ച് എനർജി ആവശ്യമായിട്ട് വരും. അത് കഴിഞ്ഞിട്ടുള്ള എനർജി മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? വർക്കായിട്ട് അത് കൺവേർട്ട് ചെയ്യുള്ളൂ അല്ലെ. അപ്പോൾ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് അതിലുള്ള മുഴുവൻ എനർജിനെയും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു മെഷീനെ കൊണ്ട് സാധിക്കില്ല എന്നതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. ഓക്കെ, സോ ഇവിടെ ഹെയർ ഡ്രയറിന്റെ കാര്യം ആലോചിക്കുക. 1000 ജൂൾ ഇലക്ട്രിക്കൽ എനർജി ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും 350 ജൂൾ ഓഫ് ഹീറ്റ് മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. സോ 35% ആണ് ഇതിന്റെ ഫോർമുല, എഫിഷ്യൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ 35%. 100% എഫിഷ്യൻസി ഉള്ള ഒന്നും നമുക്ക് ഇന്നേ വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സോ എഞ്ചിന്റെ കാര്യത്തിലാണെങ്കിൽ 100% എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിനെയാണ് നമ്മൾ കാർനോട്ട് എഞ്ചിൻ എന്ന് വിളിക്കുക. കാർനോട്ട് എഞ്ചിൻ, കാർനോട്ട് തിയറം അല്ലെങ്കിൽ കാർനോട്ട് സൈക്കിൾ ഒക്കെ പറയാറുണ്ട്. കാർനോട്ട് എഞ്ചിനും എന്താണ്? 100% എഫിഷ്യൻസി കാണിക്കുന്ന എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ. ആ കാർനോട്ട് എഞ്ചിനും നമുക്ക് കാർനോട്ട് എഞ്ചിനും നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയില്ലെങ്കിൽ ഉണ്ടാക്കാൻ, ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, 100% എഫിഷ്യൻസി ഉള്ള എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഹെയർ ഡ്രയറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, 1000 ജൂൾ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇത് കൺസ്യൂം ചെയ്തു. ഇവിടെ 350 ജൂൾ മാത്രം ഇത് എന്ത് ചെയ്യുന്നുള്ളൂ? ഔട്ട് വന്നുള്ളൂ, അല്ലെങ്കിൽ ഹീറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് യൂസ്ഫുൾ ഫോമിലോട്ട് വന്നുള്ളൂ. 500 ജൂൾ എന്താണ്? ഇതിന്റെ സൗണ്ടിന് വേണ്ടി ഇതിന്റെ പകുതിയോളം ഇത് കൺസ്യൂം ചെയ്തു. ദെൻ 150 ജൂൾ എന്തിനു വേണ്ടിയാ? ഇതിന്റെ മൂവ്മെന്റിന് വേണ്ടിയാ. ഇതിന്റെ മൂവ്മെന്റിന് വേണ്ടി ഇവിടെ നിന്ന് ഈ ഇലക്ട്രിക്കൽ എനർജിയുടെ 150 ജൂൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ടോട്ടൽ 1000 ആയി. 500 പ്ലസ് 350 പ്ലസ് 150, 1000. അപ്പൊ 1000ൽ എത്ര മാത്രമേ യൂസ്ഫുൾ ആയുള്ളൂ? 350 ജൂൾ മാത്രമേ യൂസ്ഫുൾ ആയുള്ളൂ. സോ ദിസ് ഇസ് എന്താണ്? യൂസ്ഫുൾ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നത് 350 ആണ്. അതുകൊണ്ട് അതിനെ നമുക്ക് എഫിഷ്യൻസി എന്ന് വിളിക്കാം. ഓക്കെ, സോ എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു യൂസ്ഫുൾ എനർജി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എനർജി ഇൻപുട്ട്. കറക്റ്റ് ആണല്ലോ. ടോട്ടൽ എനർജി ഇൻപുട്ട് ഇവിടെ 1000 ആണ്. യൂസ്ഫുൾ എനർജി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ എനർജി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 350. ടോട്ടൽ എനർജി ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ 1000. ഓക്കെ, സോ 35% എന്നുള്ള പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ ഇൻറ്റു 100 ചെയ്യുവാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം 35%. അങ്ങനെയാണ് ഇത് 35% നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 35% ആണ് ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഓക്കെ, then different types of energy ആണ്, അല്ലെങ്കിൽ different forms of energy ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. different forms of energy എന്ന് പറയുമ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം, what is mechanical energy. Okay, so the energy possessed by a body due to its state of rest or motion, or of motion. Okay, ഒന്നല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് കൊണ്ട് കിട്ടുന്ന
അല്ലെങ്കിൽ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ. നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ മോഷൻ ഓർക്കും, പക്ഷെ സ്റ്റേറ്റ് റെസ്റ്റിൽ നമുക്ക് കിട്ടുമോ എന്നുള്ള ഡൗട്ട് വരും. മെക്കാനിക്കൽ എനർജി എങ്ങനെയും കിട്ടാറുണ്ട്, റെസ്റ്റിലിരിക്കുമ്പോഴും കിട്ടാറുണ്ട്. പക്ഷെ റെസ്റ്റിലിരിക്കുന്നത് വെറുതെ ഇരിക്കുന്നതായി ആവരുത്, ഒരു പ്രത്യേക പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോഴ്സിന്റെ അണ്ടറിൽ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ മാത്രമാണ് അതിന് മെക്കാനിക്കൽ എനർജി കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. സോ ഇതെല്ലാം MCQലുണ്ട്, നന്നായി ഓർത്തിരിക്കുക, അവസാനം ചോദിക്കുമ്പം അറിയണം, അതായത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കിട്ടണം. ടോട്ടൽ മെക്കാനിക്കൽ എനർജി, അപ്പൊ മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്, സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ. അപ്പൊ എന്താണ് കൈനറ്റിക് എനർജി? ദ എനർജി possessed by a body virtue of its state of motion is called കൈനറ്റിക് എനർജി. അപ്പൊ മോഷനിൽ ഒരു മൂവിംഗ് ഒബ്ജക്റ്റിനുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി. K വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെ. K is equal to half mv square. എങ്ങനെയാണ് ഹാഫ് mv²? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിലൂടെ കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സപ്പോസ് ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ ആയിട്ട് പറയുകയാണ്, സപ്പോസ് എ ബോഡി ഓഫ് മാസ് m മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v. അപ്പോൾ ബോഡി ഓഫ് മാസ് m മൂവിംഗ് വിത്ത് എ വെലോസിറ്റി v. It is brought to rest by applying a constant opposing force F. Okay. So നമ്മളിപ്പോൾ ഒരു മൂവിംഗ് ഒബ്ജക്റ്റ് ആണ്, ഒരു മാസുള്ള ബോഡി. എത്രയാണ് മാസം നമുക്ക് അറിയില്ല, ഒരു മാസുള്ള ബോഡി v എന്ന് പറയുന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്ത് അതിനെ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് കാറിന്റെ മാസ് എത്രയാണെന്ന് ആലോചിക്കുക, അത് ഇത്ര വെലോസിറ്റിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സോ ലെറ്റ് എ ബി ദി യൂണിഫോം റിട്ടാർഡേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ബ്രേക്ക് ഫോഴ്സ് ആണ്. സോ അവിടെ എന്ത് സംഭവിക്കുന്നു, യൂണിഫോം റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ മീൻസ് നെഗറ്റീവ് ആക്സലറേഷൻ. റിട്ടാർഡേഷൻ ഈസ് നെഗറ്റീവ് ആക്സലറേഷൻ. അങ്ങനെ നെഗറ്റീവ് ആക്സലറേഷൻ സംഭവിക്കുന്നതാണ് റിട്ടാർഡേഷൻ. അങ്ങനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ എ നമ്മൾ നെഗറ്റീവ് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷനെ എ എന്ന് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ദ ബോഡി ട്രാവൽസ് ഡിസ്റ്റൻസ് എസ് ബിഫോർ കമ്മിങ് ഇൻ ടു റെസ്റ്റ്. അപ്പൊ റെസ്റ്റിലോട്ട്, അതായത് കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പം നമുക്ക് നെഗറ്റീവ് റിട്ടാർഡേഷൻ ആണ് കിട്ടിയത്. നെഗറ്റീവ് ആക്സലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് അവിടെ സംഭവിച്ചത്. സോ എന്ത് ചെയ്തു, ഈ ബോഡി റെസ്റ്റിലോട്ട് വന്നു. ഇവിടെ എത്തിയപ്പോൾ അത് റെസ്റ്റ് ആണ്. റെസ്റ്റിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഈ നെഗറ്റീവ് ആക്സലറേഷനിൽ അല്ലെങ്കിൽ റിട്ടാർഡേഷനിൽ ഒരു ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അതാണ് എസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ബൈ റിട്ടാർഡിംഗ് ഫോഴ്സ് ഇൻ സ്റ്റോപ്പിംഗ് ഇറ്റ് അല്ലെ. സോ റിട്ടാർഡിംഗ് ഫോഴ്സ്, ഇപ്പൊ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത ബ്രേക്ക് അല്ലെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ്, അതെന്ത് ഫോഴ്സാ, റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. ആ റിട്ടാർഡിംഗ് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നടത്തിയ വർക്ക് ഡൺ ആണ് ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? സോ റിട്ടാർഡിംഗ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. റിട്ടാർഡിംഗ് ഫോഴ്സ് ഇവിടെ എന്താണ്, എഫ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, എസ് ആണ്. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ. അത് നമുക്കറിയാം, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ, എം എ ഇൻറ്റു എസ്. ദസ് കൈനറ്റിക് എനർജി ഈസ് ഗിവൺ ബൈ, ഇതെന്താണ്, വി അല്ലേ. സോ ഹാഫ് എം വി സ്ക്വയർ. ഇത് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ വെലോസിറ്റിയുടെ ടേംസിൽ പറയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വി ബൈ ടി ആണ് ആക്സലറേഷൻ. ഓക്കെ, സോ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെറിയൊരു ഡെറിവേഷൻ ആണ്. ചെറിയൊരു ഡെറിവേഷൻ കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർത്താൽ മതി, വെലോസിറ്റിയുടെ ടേംസിൽ പറയുമ്പോൾ കെ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കാറ് പൊക്കോണ്ടിരിക്കുകയാണ്, നമ്മൾ അതിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്ന് വെച്ചാൽ റിട്ടാർഡിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ നെഗറ്റീവ് ആക്സലറേഷൻ സംഭവിച്ചു. സോ റിട്ടാർഡേഷൻ സംഭവിക്കുമ്പോൾ ആ ബോഡി ഒരു എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ എസ് ആണ് ഇതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, എപ്പോ റെസ്റ്റിന് വരാൻ വേണ്ടി. ഓക്കെ, റെസ്റ്റിലേക്ക് വരാൻ വേണ്ടി അത് എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഓക്കെ, സോ അങ്ങനെ എസ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഇൻറ്റു എസ്
സോ ആ വർക്ക് ഡൺ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ കൈനറ്റിക് എനർജി അല്ലെ. റെസ്റ്റിലേക്ക് വരാൻ വേണ്ടി നെഗറ്റീവ് റിട്ടാർഡേഷൻ നെഗറ്റീവ് ആക്സലറേഷൻ ഫോഴ്സ് കൊണ്ടുണ്ടായ ആ ഒരു മൂവ്മെന്റ് ആണ് ഇതിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് എം വി സ്ക്വയർ. അതായത് നമ്മൾ വെലോസിറ്റിയുടെ ടേംസിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഇസ് കൈനറ്റിക് എനർജി. ഇനി വർക്ക് എനർജി തിയറം ആണ്. ഈ തിയറം അറിഞ്ഞിരിക്കണം. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, the work done by a force on a moving body is equal to the increase in its kinetic energy. ഓക്കെ ആണല്ലോ. സോ ഒരു മൂവിങ് ബോഡിയിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്, ഒരു ഫോഴ്സ് കൊണ്ടാണല്ലോ അവിടെ ഒരു വർക്ക് നടക്കുക. സോ ആ ഫോഴ്സ് നടന്ന ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺ എ മൂവിങ് ബോഡി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് അതാണ്. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉണ്ടായ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ്, ഇവിടെ ഉണ്ടായ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് കൊണ്ട് ഇവിടെ ഉണ്ടായതാണ് ഇവിടെ ഉണ്ടായ കൈനറ്റിക് എനർജി അല്ലെ. ഈ ഫോഴ്സ് കൊണ്ട് ഇവിടെ ഉണ്ടായ നെഗറ്റീവ് റിട്ടാർഡേഷൻ, അതാണ് ഇവിടെ പറഞ്ഞത്. കൈനറ്റിക് എനർജി വർക്ക് ഡൺ ബൈ റിട്ടാർഡിങ് ഫോഴ്സ് ഇൻ സ്റ്റോപ്പിംഗ് ഇറ്റ് അല്ലെ. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വർക്ക് ഡൺ ബൈ എന്താണ്? ആ ഫോഴ്സ് ഓൺ എ മൂവിങ് ബോഡി ഇസ് ഈക്വൽ ടു ഇറ്റ്സ് കൈനറ്റിക് എനർജി. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ മൂവിങ് ബോഡിയിൽ ഉണ്ടായ ആ ഫോഴ്സ് കൊണ്ടുണ്ടായ വർക്ക് ഡണ്ണെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുക. ഓക്കെ, സോ വർക്ക് ഡൺ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് മൂവിങ് ബോഡി ആയതുകൊണ്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ആവും അല്ലെങ്കിൽ ഡിക്രീസ് ആവും. സോ നമുക്ക് W is equal to ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ എന്ന് പറയാം. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുമ്പം ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, സോ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ചെയ്താൽ ചിലപ്പോൾ നമുക്കതൊരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. നമ്മൾ ആക്സലറേഷൻ എങ്ങനെയാണ് നോക്കിയിട്ടാണ്, മീൻസ് നമ്മൾ സ്പീഡ് കൂട്ടുകയാണോ അല്ലെങ്കിൽ കുറയ്ക്കുവാണോ, വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യിപ്പിക്കുവാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇനീഷ്യൽ ഫൈനൽ വാല്യൂസ് എഴുതുക. അപ്പൊ അതിന്റെ വാല്യൂസ് എങ്ങനെ വേണമെങ്കിലും ഡിഫറെന്റ് ആവാം. സോ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അവിടെ നടന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഓക്കെ, ഒരു മൂവിങ് ഒബ്ജക്റ്റിന് കിട്ടുന്ന സാധനമാണ് കൈനറ്റിക് എനർജി. സോ ഇവിടെയുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരിക്കും. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ദസ് വർക്ക് ഡൺ ഈസ് ദി ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. കറക്റ്റ് അല്ലേ? അപ്പൊ വർക്ക് ഡൺ അവിടെ നടന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി കൂടിയാൽ അവിടെ നമ്മൾ വർക്ക് ഡൺ എന്ന് പറയാം. ഓക്കെ, കൈനറ്റിക് എനർജി വാല്യൂ ഇങ്ങനെ കൂടി വരികയാണെങ്കിൽ അവിടെ വർക്ക് ഡൺ ഉണ്ടായി എന്ന് പറയാം. കാരണം ഫോഴ്സിന്റെ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നു. സോ അതിന്റെ റീസൺ അവിടെ ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ആണ്. സോ അതാണ് വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ഓക്കെ, വർക്ക് എനർജി തിയറം ഓർക്കുമ്പോൾ തന്നെ കൈനറ്റിക് എനർജി എന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫോംസ് ഓഫ് കൈനറ്റിക് എനർജി. ഏതൊക്കെ രീതിയിലുള്ള കൈനറ്റിക് എനർജി ഉണ്ട്? Okay, the motion of body in a straight line path is called translational motion. Okay ആണല്ലോ, സ്ട്രെയിറ്റ് ലൈൻ പാത്തിലുള്ള മോഷനെ നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് വിളിക്കും. Okay, and the kinetic energy to the body due to motion in a straight line is called translational kinetic energy. So translational മോഷനിലുള്ള kinetic energy നമ്മൾ translational kinetic energy എന്ന് വിളിക്കും. Okay, എന്നാൽ ഒരു ആക്സിസിൽ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ, ഒരു ആക്സിസിൽ, ഓക്കെ, when a body rotates about an axis. സപ്പോസ് ഞാൻ ഇവിടെ ജസ്റ്റ് വരയ്ക്കുവാണെങ്കിൽ ഇതൊരു ആക്സിസ് ആണ്, ഇതിന്റെ ചുറ്റും ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു ആക്സിസിന്റെ ചുറ്റും ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെ റൊട്ടേറ്റ് about an axis, the motion is called എന്താണ്? റൊട്ടേഷണൽ മോഷൻ അല്ലേ? And the kinetic energy of the body is due to rotational motion is called rotational kinetic energy. ഓക്കെ, ഇവിടെ പറയേണ്ടത് ഞാൻ ഇത് ജസ്റ്റ് റബ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ, ഇനി റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ, റൊട്ടേറ്റ്സ് ആണെങ്കിൽ റൊട്ടേഷണൽ
കൈനറ്റിക് എനർജി ഓർ സിംപ്ലി നമ്മൾ അതിനെ റൊട്ടേഷണൽ എനർജി എന്ന് പറയും. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിനേക്കാളും റൊട്ടേഷണൽ എനർജി എന്ന് പറയും. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിനേക്കാളും സിംപ്ലി റൊട്ടേഷണൽ എനർജി എന്ന് പറയാറുണ്ട്. വെൻ എ ബോഡി മൂവ്സ് ടു ആൻഡ് ഫ്രോ അബൌട്ട് ഇറ്റ്സ് മീൻസ് പൊസിഷൻ. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം എടുക്കാമെന്ന് വിചാരിക്കുക. നമ്മളൊരു സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യം എടുക്കാന്ന് വിചാരിക്കുക. ഇതാണ് ഇതിന്റെ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സിമ്പിൾ പെൻഡുലം ടു ആൻഡ് ഫ്രോ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എബൌട്ട് എ മീൻ പൊസിഷൻ, ഇതാണ് ഇതിന്റെ മീൻ പൊസിഷൻ. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്നിട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, തിരിച്ചിങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് മീൻ പൊസിഷൻ. ഇത് രണ്ടും എന്താണ്? എക്സ്ട്രീം എൻഡ്. ഇതും എന്താണ്? എക്സ്ട്രീം എൻഡ് ആണ്. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, തിരിച്ച് മീൻ പൊസിഷനിൽ വരും, വീണ്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ പറയാറുള്ളൂ സിമ്പിൾ പെൻഡുലത്തിന്റെ കാര്യത്തിൽ. ഓക്കെ, സോ ഇങ്ങനെ നടക്കുന്ന ഓസിലേഷൻസ്, ഇത് ഓസിലേഷന്റെ കാര്യമാണ്. ഇനി വൈബ്രേഷന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളൊരു സ്പ്രിങ് വൈബ്രേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ ഇങ്ങനെ 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 അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോഴും ഒരു മീൻ പൊസിഷനെ വെച്ചിട്ടാണ് ഇത് വൈബ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ the body moves to and fro about its mean position. The motion is called vibrational motion. അതിന് നമ്മൾ vibrational motion എന്നാണ് പറയുക. The kinetic energy of the body due to its vibrational motion, നമ്മൾ എന്ത് പറയും? vibrational kinetic energy. ഓക്കെ ആണല്ലോ. സോ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ to and fro ആണെങ്കിൽ vibrational kinetic energy. 3 കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ പഠിച്ച്. സ്ട്രെയിറ്റ് ലൈനിലുള്ള അതിലുള്ള എനർജി ആണെങ്കിൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, റൊട്ടേഷൻ മോഷൻ ആണെങ്കിൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ടു ആൻഡ് ഫ്രോ ഉള്ള മോഷൻ ആണെന്നുണ്ടെങ്കിൽ വൈബ്രേഷണൽ കൈനറ്റിക് എനർജി. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി ഇതേപോലെ നമ്മൾ കൈനറ്റിക് എനർജി പഠിച്ചതുപോലെ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ദ എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് സ്പെസിഫിക് പൊസിഷൻ. ഓക്കെ, ഒരു പൊസിഷൻ കാരണം ഒരു ബോഡിക്ക് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി ഓർ ചേഞ്ച്ഡ് കോൺഫിഗറേഷൻ. അതിന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ആവുകയാണ്. ഓക്കെ, സോ അതിന്റെ നാച്ചുറൽ കോൺഫിഗറേഷനിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് വരുത്തുകയാണ്. ഓക്കെ, മോഷൻ ഇവിടെ സംഭവിക്കുന്നില്ല ഒരിക്കലും. മോഷനിലല്ല, റെസ്റ്റിലുള്ള ഒരു ബോഡിയാണ്. അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷനിലുള്ള ചേഞ്ച് കൊണ്ട് അതിന് കൈവരുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക, യു. ഓക്കെ, the potential energy possessed by a body due to its position relative to the center of the earth is called gravitational potential energy. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് അറിയണം. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മളൊരു ഹൈറ്റിൽ ഇങ്ങനെ ഉയർത്തി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബോൾ മുകളിലോട്ട് എറിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് അഗെയിൻസ്റ്റ് ദി ഗ്രാവിറ്റി അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ എനർജി പോസസ്ഡ് ബൈ സച്ച് ആൻ ഒബ്ജക്ട്, അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അതായത് ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു ഡാമിൽ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് കെട്ടി നിർത്തിയിരിക്കുകയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ടാങ്കിലായാലും വെള്ളം ഇങ്ങനെ മുകളിലായിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? എഗെയിൻസ്റ്റ് ദി ഗ്രാവിറ്റേഷൻ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയും the energy possessed by the body due to its position related to the center of the earth. നമ്മൾ ഗ്രാവിറ്റേഷനെ വെച്ച് നോക്കിയിട്ട് സെന്റർ ഓഫ് ദി എർത്തിനെ വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണോ അതിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നത് അത് നമ്മൾ എന്തെന്ന് പറയും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഓക്കെ, സോ ലാർജർ ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോഡി ഫ്രം ദി സെന്റർ ഓഫ് ദി എർത്ത് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ എനർജിയും അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും കൂടുതലായിരിക്കും അല്ലെ, ലാർജർ ആയിരിക്കും. എത്ര ഹൈറ്റിൽ നമ്മൾ മുകളിൽ കയറ്റി നിർത്തുന്നു, ഉയർത്തി കെട്ടി നിർത്തുന്നു, അത്രത്തോളം അതിന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. ഓക്കെ, സോ അത് കൂടാതെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതായത് the potential energy possessed by a body in the deformed state due to change in its configuration. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്നല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ കാരണം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കാരണം. പൊസിഷൻ കാരണം നമ്മളിപ്പോൾ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് പൊസിഷൻ കാരണം കിട്ടുന്നത്. എർത്തിന്റെ ഗ്രാവിറ്റേഷനുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് പറയുവാണ്, അല്ലെങ്കിൽ സെന്റർ ഓഫ് എർത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാണ്. ഇവിടെ കോൺഫിഗറേഷൻ കാരണം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു ഇലാസ്റ്റിക് ബോഡി സ്റ്റീലൊക്കെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡീസ്. ഇതിന് ഈ ഒരു പൊസിഷൻ, ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഈ ഒരു ബോഡിക്കകത്ത് എന്തുണ്ട്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ കോൺഫിഗറേഷൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തുവാണെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ ഇത് ഓപ്പോസിറ്റ് ആയിട്ട് പ്രയോഗിക്കുന്ന ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്.
സോ ഡീഫോമിംഗ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡീഫോമിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് നമ്മൾ മാറ്റുന്നു. ഓക്കെ, സോ ഡീഫോമിംഗ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അതിനെതിരെ ഇത് റീസ്റ്റോറിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇത് തിരികെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരുന്നു. അങ്ങനെയാണ് ഇലാസ്റ്റിക് ബോഡീസ് ഒക്കെ പറയുകയാണെങ്കിൽ. സോ അങ്ങനെയുള്ള ബോഡീസിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ആണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് കോൺഫിഗറേഷൻ. ഇതിന് ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇതിന്റെ കോൺഫിഗറേഷൻ മാറ്റുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ സൈസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വരുന്ന ചേഞ്ച് ചെയ്ത സമയത്ത് വരുന്ന എനർജിയാണ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. It is equal to the amount of work done in the deforming force or change in the configuration. അപ്പൊ എത്രയായിരിക്കും ഈ ഡീഫോമിംഗ് ഫോഴ്സ് കാരണം ഉണ്ടായ എത്ര വർക്ക് അവിടെ നടന്നു അല്ലെ? ഫോഴ്സ് ഉണ്ടായാൽ ആ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ സംഭവിച്ചു. അപ്പൊ ഇതിന് ഡീഫോംഡ് ആയി, ഈ ബോഡി ഡീഫോംഡ് ആയി. സോ ഇവിടെ എന്ത് സംഭവിച്ചു? കോൺഫിഗറേഷനിലും ചേഞ്ച് വന്നു. ഓക്കെ, സോ ദാറ്റ് ഇസ് എന്താണ്? ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി 3 ടൈപ്സ് ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് നോക്കാനുണ്ട്. അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി അറ്റ് എ ഹൈറ്റ് എബോവ് ദ ഗ്രൗണ്ട് ഇസ് മെഷേർഡ് ബൈ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് അപ്പ്. എത്രയാണോ ലിഫ്റ്റിംഗ് അപ്പ് ദാറ്റ് ഹൈറ്റ് അഗെയിൻസ്റ്റ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, അതാണ് ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. എത്രത്തോളം നമ്മൾ എത്ര ഹൈറ്റ് ലൈനെ പൊക്കി വെക്കുന്നോ അത്രത്തോളം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിരിക്കും. ഇനി ലെറ്റ് എ ബോഡി ഓഫ് മാസ് എം, ഇപ്പൊ പറയുവാണ് എം എന്ത് ചെയ്തു? നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തു. എത്ര ഹൈറ്റിൽ? h ഹൈറ്റിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്തു. ദ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? Fs ആണ് അല്ലെ? അപ്പൊ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? mg ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് h ആണ്. അത്ര ഹൈറ്റിലാണ് പോയത്. സോ u is equal to mgh. എഴുതിയിട്ടുണ്ട്, u is equal to mgh. അപ്പോൾ the work is stored in the body when is at the height h. അപ്പൊ ഹൈറ്റ് എച്ചിലുള്ളപ്പോൾ അതിന്റെ അകത്ത് എന്തുണ്ട്? ഒരു പ്രത്യേക വർക്ക് അതിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ട എനർജി ആണല്ലേ, കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ് ശരിക്കും എനർജി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇൻ ദ ഫോമിൽ ഏതാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് അവരുടെ അകത്തുള്ളത്. സോ യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ഈ രണ്ട് ഇക്വേഷനും പഠിച്ചിരിക്കണം. അതായത് കെ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ, യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. ദസ് വെൻ എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്, മുകളിലോട്ട് എറിയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ റെസ്റ്റിലാണ് എന്ന് മാത്രം ഓർത്ത് വെക്കരുത്. റെസ്റ്റിലാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു ബോഡി മുകളിലേക്ക് എറിയുന്ന സമയത്ത് അതിന് മോഷൻ കിട്ടും അല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഉണ്ട്. എന്താണ് റീസൺ? എന്താ? ഹൈറ്റ് മാറുവാണ്. ഹൈറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആവും. ഓക്കെ, സോ സിമിലർലി വെൻ എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്, പൊട്ടൻഷ്യൽ എനർജി എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും. താഴോട്ട് വീഴുകയാണെങ്കിൽ PE ഡിക്രീസസ്. മുകളിലോട്ട് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് ആണെങ്കിൽ PE ഇൻക്രീസസ്. അത് എപ്പോഴും ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചസ് ഇൻ ടു കൈനറ്റിക് എനർജി വെൻ എവർ ഇറ്റ് ഈസ് പുട്ട് ടു യൂസ്. അപ്പൊ ശരിക്കും നമ്മൾ യൂസ്ഫുൾ ആയിട്ട് എപ്പോഴാണോ ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ മാറ്റണേ, അപ്പോഴാണ് അത് എന്തായിട്ട് മാറണേ? ആ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറണേ. ഓക്കെ, സോ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് വെൻ ദ സ്ട്രിങ് ഓഫ് എ ബോ ഇസ് പുൾഡ്, അങ്ങനെ പുള്ള് ചെയ്ത് വെച്ചിരിക്കുന്ന ബോ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ബോയിൽ നമ്മൾ സ്ട്രിങ് ഇങ്ങനെ പുള്ള് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സം വർക്ക് ഇസ് ഡൺ which is stored in the deformed state of the bow in the form of its elastic potential energy. അപ്പൊ നമ്മൾ ഇങ്ങനെ വലിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ബോ ആണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് വരയ്ക്കില്ലെങ്കിലും ഇതിനിങ്ങനെ വലിച്ചു നിർത്തിയിരിക്കുവാണെങ്കിൽ അവിടെ എന്താണ്? ഇതിനൊരു ഡീഫോർമേഷൻ സംഭവിച്ചല്ലേ, അതായത് ഇതിന്റെ ഒരു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ ഉണ്ടായത്. ഇതിന്റെ ശരിക്കും ഒരു എനർജി ഉണ്ടായി, അല്ലെങ്കിൽ വർക്ക് ഇവിടെ നടന്നു. കാരണം ഇവിടെ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ആ ഒരു ഷേപ്പ് നമ്മൾ മാറ്റിയിരിക്കുവാണ്. സോ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടായി. ഓൺ റിലീസിങ് ദ സ്ട്രിങ്, നമ്മൾ ഈ സ്ട്രിങ് റിലീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ബോ, the potential energy of the bow changes into kinetic energy. ഇങ്ങനെ വലിച്ചു നിർത്തിയിരിക്കുമ്പോൾ ഇതിനുള്ളത് PE ആണ്, പൊട്ടൻഷ്യൽ എനർജി ആണ്. അതേസമയം ഈ സ്ട്രിങ് റിലീസ് ചെയ്താൽ ഇവിടെ പിന്നെ എന്താണ്? ഈ ആരോ ഇങ്ങനെ, ഈ ബോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുക കൈനറ്റിക് എനർജി ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ഇൻറ്റു കൈനറ്റിക് എനർജി. ഓക്കെ, സോ ദ ആരോ വിച്ച് ഹെൽപ്സ് ടു മൂവ് ഫോർവേഡ്. അപ്പൊ അവിടെയുള്ള കൈനറ്റിക് എനർജി ആണ് ആ ആരോനെ എന്ത് സംഭവിക്കണേ? മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൺവേർഷൻ ഓഫ് വൺ ഫോം ഓഫ് എനർജി ഇൻറ്റു അനദർ. ഓക്കെ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് കൺവേർഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കാനുണ്ട്. ഓക്കെ, സോ കൺവേർഷൻസ്
മിക്കതും ചോദിക്കാറുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഈ കൺവേർഷൻ ഓഫ് ദിസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ആദ്യം ഒരു പിക്ചർ കാണിച്ചു തരാം. ഇത് നമ്മുടെ എന്താണ്, വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം പോസസ് എന്തായിരിക്കും, ഒരു ഹൈറ്റിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമാണ്. സോ ഇറ്റ് പോസസ് പൊട്ടൻഷ്യൽ എനർജി. കറക്റ്റ് അല്ലേ? ഇനി ഇത് നമ്മൾ ഷട്ടർ തുറക്കുവാണ്. ഓക്കെ, വാട്ടർ ഫ്ലോയിങ് ത്രൂ ദി ഗേറ്റ് ഓഫ് ദി ഡാം പോസസ് എന്താണ്, കൈനറ്റിക് എനർജി. കറക്റ്റ് അല്ലേ? സോ ഈ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി? സോ ഇവിടെ ഇതിനെ PE ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇവിടെ എത്തിയപ്പോൾ ഈ PE കൺവേർട്ടഡ് ഇൻ ടു KE, കൈനറ്റിക് എനർജി ആയിട്ട് ചേഞ്ച് ചെയ്തു അല്ലെ? ചേഞ്ച് ചെയ്തു. ഇനി ദിസ് കൈനറ്റിക് എനർജി നമ്മൾ എന്ത് ചെയ്തു, ടർബൈൻ കറക്കുകയാണ് അല്ലെ? സോ വാട്ടർ ബെയറിംഗ് കൈനറ്റിക് എനർജി റൊട്ടേറ്റ്സ് ഇംപെല്ലർ ഓഫ് ടർബൈൻ. ഈ ടർബൈനിനെ ഇങ്ങനെ കറക്കുകയാണ്. നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ കാര്യമാണ് ഈ പറയണത് കേട്ടോ. ജസ്റ്റ് ഞാൻ നോട്ട് ചെയ്യാം. ഹൈഡ്രോ ഇലക്ട്രിക്, വാട്ടർ കൊണ്ട്, ഓക്കെ, വാട്ടർ കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പവർ സ്റ്റേഷനുകളാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. മീൻസ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. സോ ടർബൈൻ കറക്കുവാണ്. ആ ടർബൈനിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് വെള്ളമാണ്. അതുകൊണ്ടാണ് ഹൈഡ്രോ ഇലക്ട്രിക്, വെള്ളത്തിൽ നിന്ന് കറണ്ട് എടുക്കുന്നുള്ള റീസണിൽ. ഓക്കെ, സോ അതൊക്കെ അറിയാം. ദെൻ ടർബൈൻ ഇൻ ടേൺ റൊട്ടേറ്റ്സ് ജനറേറ്റർ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ടർബൈൻ എന്ത് ചെയ്യും, ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യും. ഈ ജനറേറ്ററിൽ എന്ത് സംഭവിക്കും, ഒരുപാട് കോയിലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ ആ ജനറേറ്ററിനെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടായി. അപ്പോൾ ഇലക്ട്രിക് ബൾബ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻടു ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി. അപ്പൊ ഇവിടെ നോക്കിയേ എന്തോരം ട്രാൻസ്ഫോർമേഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി, ഇവിടെയും കൈനറ്റിക് എനർജി തന്നെയാണ്. ദെൻ ആ കൈനറ്റിക് എനർജീനെ നമ്മുടെ ടർബൈൻ എന്ത് ചെയ്തു, ജനറേറ്ററിലോട്ട് കൊടുത്തപ്പോൾ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആയി. ദെൻ അത് ബൾബ് കത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഇലക്ട്രിക് ബൾബ് കൺവേർട്സ് ദിസ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ലൈറ്റ് ആൻഡ് ഹീറ്റ് എനർജി. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് എനർജി എന്ന് പറയാം. ഓക്കെ, അതിന്റെ മുമ്പ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇത് പഠിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. ഓക്കെ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഫിഷ്യൻസിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തതാണ്. എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഇറ്റ് ഓൺലി ചേഞ്ചസ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലോട്ട് ചേഞ്ച് ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. എനർജിയെ നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉള്ള എനർജിയെ നമുക്ക് നശിപ്പിക്കാനോ കഴിയില്ല. ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കും. അപ്പൊ കൺവേർഷൻ ഓഫ് എനർജി എന്നും പറയാം, ഓർ ട്രാൻസ്ഫോർമേഷൻ. എനർജി ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് ട്രാൻസ്ഫോംഡ് ആവും. ഇത് മാത്രമേ ഇവിടെ പോസിബിൾ ആവുള്ളൂ, കൺവേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. ഇത് മാത്രമേ ഇവിടെ പോസിബിൾ ആവുള്ളൂ, കൺവേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഒരിക്കലും അതിനെ ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കുകയില്ല. ഓക്കെ, ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ വേറൊരു ഡെഫിനിഷൻ ആട്ടോ ഈ പറയണേ. The total mechanical energy of an isolated system at any instant is equal to the sum of its kinetic energy and potential energy. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആണ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ. ഇവിടെ പഠിക്കേണ്ട ഒരു പോയിന്റ് കൂടി ഉണ്ട്. ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് an isolated system is any instant is equal. ഓക്കെ, ഏത് ഇൻസ്റ്റന്റ് എടുത്താലും ഒരു മെക്കാനിക്കൽ എനർജി, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. Okay, so that is law of conservation of energy.
സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇൻ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ത് സംഭവിക്കുന്നു? വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം എന്തുണ്ട് അതിന്? പൊട്ടൻഷ്യൽ എനർജി. ഞാൻ പിക്ചറിൽ കാണിച്ചതാണ്. പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, വിച്ച് ഇസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. Then while falling, this mechanical energy is converted into എന്താണ് ജനറേറ്ററിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഇത് കൺവേർട്ടഡ് ആവും. ഇലക്ട്രിക്കൽ എനർജി ബൈ ദ ജനറേറ്റർ. ഇനി ഇലക്ട്രിക് മോട്ടറിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിക് മോട്ടറിന്റെ കാര്യത്തിൽ നമുക്ക് എന്താണ് ഇൻപുട്ട് അവിടെ? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു എന്താണ്? പാസ്ഡ് ത്രൂ ദി കോയിൽ വിച്ച് ഇസ് ഫ്രീലി സസ്പെൻഡഡ് ബിറ്റ്വീൻ പോൾസ് ഓഫ് ദി മാഗ്നറ്റ്. അല്ലെ, നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിന്റെ രണ്ട് പോൾസിന്റെ ഇടയിൽ ഉള്ള ഒരു കോയിലിലൂടെ പാസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഒരു കോയിലിൽ ഫ്രീലി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കോയിലിലൂടെ ഈ ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെ പാസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ പാസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ദിസ് കോസ് കോയിൽ ടു റൊട്ടേറ്റ്. ഈ കോയിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും. സോ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും. ഓക്കെ, സോ ഇലക്ട്രിക് മോട്ടോർ നമ്മുടെ എല്ലാവരുടെ വീടുകളിലുള്ളതാണ് മോട്ടോർ എന്ന് പറയുന്നത്. മോട്ടറിന്റെ കാര്യത്തിൽ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു. സോ ആ ഇലക്ട്രിക്കൽ എനർജി ഒരു കോയിലൂടെ പാസ് ചെയ്യുന്നു. ഈ കോയിൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ്സിന്റെ ഇടയിൽ, മാഗ്നറ്റ്സിന്റെ രണ്ട് പോൾസിന്റെ ഇടയിൽ ഫ്രീലി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന കോയിലാണ്. ആ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ആ മെക്കാനിക്കൽ എനർജി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഓക്കെ, ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൗഡ് സ്പീക്കർ, ഇൻ ദ കേസ് ഓഫ് ലൗഡ് സ്പീക്കർ നമ്മൾ സ്വിച്ച് ഇടുകയാണ് അല്ലെ, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ടഡ് ആവുന്നു? സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. ഒരിക്കലും ഇത് തെറ്റിക്കരുത്. അതായത് ലൗഡ് സ്പീക്കറിലൂടെ സൗണ്ട് ആണ് വരുന്നത്. സോ സൗണ്ട് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എവിടെ നിന്നാണ്? നമ്മൾ മൈക്കിലൂടെ പറയുമ്പോൾ അതും സൗണ്ട് അല്ലേ എന്ന് ഓർക്കരുത്. ശരിക്കും നമ്മൾ മൈക്രോഫോൺ നെക്സ്റ്റ് ഉണ്ട്. സോ മൈക്രോഫോൺ ജസ്റ്റ് ഞാൻ ഇവിടെ നോട്ട് ചെയ്യാം. മൈക്രോഫോണിൽ സംഭവിക്കുന്ന സൗണ്ട് എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അല്ലാതെ സൗണ്ട് മൈക്കിൽ പറയുമ്പോൾ ലൗഡ് സ്പീക്കറിലൂടെയാണ് സൗണ്ട് കേൾക്കുന്നത്. സോ മൈക്രോഫോണിൽ സൗണ്ട് എനർജി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ലൗഡ് സ്പീക്കറിൽ ദിസ് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി. ഓക്കെ, ദെൻ ക്യാൻഡിലിന്റെ കാര്യം PYQ ആണ്. ക്യാൻഡിലിന്റെ കാര്യം എങ്ങനെയാണ്? ക്യാൻഡിലിന്റെ അകത്ത് കെമിക്കൽ എനർജിയാണ് അല്ലെ, ഇൻസൈഡ് ദി വാക്സ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. ഓക്കെ, ക്യാൻഡിലിൽ കെമിക്കൽ എനർജിയാണ്. അതേപോലെ സെല്ല്, ഫോട്ടോ സെൽ, ബാറ്ററിയുടെ കാര്യത്തിൽ ആലോചിക്കുക. ലൈറ്റ് എനർജി ഇൻസിഡന്റ് ഓൺ ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ. ഫോട്ടോ സെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സോളാർ സെല്ലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ നമ്മുടെ ബാറ്ററീസ് ഒന്നും വിചാരിക്കരുത്. സോളാർ സെൽ. ഓക്കെ, ഫോട്ടോ സെൽ എന്ന് പറയുമ്പോൾ സോളാർ സെല്ലാണ് ഫോട്ടോ സെൽ. അപ്പൊ അവിടെ എന്താണ്? ലൈറ്റ് എനർജി അതിന്റെ മുകളിൽ ഹിറ്റ് ആവുകയാണ്. ആ ഹിറ്റ് ആവുന്ന ലൈറ്റ് എനർജീനെ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ആ കോയിൽസ് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സിലിക്കൺ കോയിൽസും ഒക്കെയാണ് അവിടെ ഉണ്ടാവുക. സോ അതെല്ലാം അതിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ ബാറ്ററിയുടെ കാര്യത്തിലും ശരിക്കും എന്താണ്? ഈ കെമിക്കൽ എനർജിയാണ് കേട്ടോ. സോ അത് ഇവിടെ ഓർത്തിരിക്കുക. ഇൻ ദ കേസ് ഓഫ് ബാറ്ററി അല്ലെങ്കിൽ സെല്ല്, ഇൻ ദ കേസ് ഓഫ് ബാറ്ററിയുടെ കാര്യത്തിലും അവിടെ കെമിക്കലാണ് അതിൻ്റെ അകത്ത്. കെമിക്കൽ എനർജി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, കെമിക്കൽ ഇൻ ടു എന്താണ്? ഇവിടെ ലൈറ്റ് ആണ് ക്യാൻഡിലിന്റെ കാര്യത്തിലാവുമ്പോൾ. ബാറ്ററിയുടെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ വേണ്ടിയായിരിക്കും. സോ കെമിക്കൽ എനർജി ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഫോട്ടോ സെൽ ലൈറ്റ് ആണ്, നമ്മുടെ സണ്ണിന്റെ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇൻ ഓട്ടോമൊബൈൽസിൽ എന്ത് സംഭവിക്കണേ? അവിടെ കെമിക്കൽ എനർജിയാണ് അല്ലെ, പെട്രോൾ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആണ്. സോ കെമിക്കൽ എനർജി ട്രാൻസ്ഫോംഡ് ഇൻ ടു എന്താണ്? മെക്കാനിക്കൽ എനർജി അല്ലെ, മെക്കാനിക്കൽ എനർജി ഓഫ് ദി vehicle. Chemical energy of petrol is used to run the engine and convert to mechanical energy of the vehicle. Okay, so അങ്ങനെയുള്ള എനർജി കൺവേർഷൻസ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ഇതേപോലുള്ള കൺവേർഷൻ തന്നെയാണ് ആൻഡ് ഇലക്ട്രിക്കൽ ഫാൻ എങ്ങനെയാണ്? അല്ലെങ്കിൽ ബ്ലെൻഡർ, വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് മിക്കതും എങ്ങനെയാണ്? അതിന് എന്തുണ്ട്? ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് മോട്ടർ എങ്ങനെയാണോ വർക്ക് ചെയ്യണത് അത് തന്നെയാണ് ഇലക്ട്രിക് ഫാൻ, ബ്ലെൻഡർ, ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ. ഏത് ചോദിച്ചാലും ഈ ഒരു ലോജിക്ക് ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ എന്ത് ചെയ്യുന്നു? ദാറ്റ് കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിന് പകരം ഇനി മെക്കാനിക്കൽ എനർജി എന്ന് പറയുവാണെങ്കിൽ അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി
ഇലക്ട്രിക് അയൺ, ടോസ്റ്റർ ആൻഡ് ഇലക്ട്രിക് സ്റ്റൗ എന്ത് ചെയ്യുന്നു? എല്ലാം ഹീറ്റ് ആണ് അല്ലെ? ഹീറ്റ് ആണ്. അയൺ ബോക്സ് ആയാലും ടോസ്റ്റർ ആയാലും സ്റ്റൗ ആയാലും ഒക്കെ ശരിക്കും ഹീറ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾക്ക് യൂസ്ഫുൾ ഫോം എന്താണ്? തെർമൽ എനർജിയാണ്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു തെർമൽ എനർജി. സോ ഇലക്ട്രിക് മോട്ടോർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ടു കൈനറ്റിക്, ഇവിടെ ഇലക്ട്രിക്കൽ ടു തെർമൽ. ഇനി ആൻഡ് ഇലക്ട്രിക് ജനറേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. കറക്റ്റ് അല്ലേ? ഇലക്ട്രിക് ജനറേറ്റർ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞാണ്, നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലൊക്കെ മെക്കാനിക്കൽ എനർജി അതിന് കിട്ടുന്നു. അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. ടെലിവിഷൻ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഇടുകയാണ് അല്ലെ? സോ ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? സൗണ്ട് ആൻഡ് ലൈറ്റ് എനർജി അല്ലെ? നമുക്ക് കിട്ടുന്ന വിഷൻ ആണ്. സോ സൗണ്ട് ആൻഡ് ലൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ലൈറ്റ് ബൾബ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇലക്ട്രിക്കൽ എനർജി സ്വിച്ച് ഇടുന്നു, ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നു. അത് ഹീറ്റും ഉണ്ട് അല്ലെങ്കിൽ തെർമലും ഉണ്ട് ലൈറ്റും ഉണ്ട്. അങ്ങനെ കൊടുക്കാം. ദെൻ ഹെയർ ഡ്രയർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ തന്നെയാണ്. അതിനെന്തായിട്ട്? തെർമൽ ആൻഡ് സൗണ്ട്, അവിടെ സൗണ്ടും വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഓർക്കണം ഏതൊക്കെ എനർജി ഫോംസ് ആണ് അവിടെ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം എന്നുള്ളത് ഓർക്കണം കേട്ടോ. ഹ്യൂമൻ ബോഡി ഡൈജസ്റ്റ് ഫുഡ്. അപ്പൊ ഹ്യൂമൻ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നു? കെമിക്കൽ എനർജി ആണല്ലേ? കെമിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? നമ്മുടെ സെൽസിന് അല്ലെങ്കിൽ മസിൽസിനൊക്കെ വേണ്ട ഒരു എനർജി ആയിട്ട് നമുക്ക് കിട്ടുവാണ്. അപ്പൊ നമുക്ക് മസിൽസിൽ എന്താണ്? മെക്കാനിക്കൽ വർക്ക് ആണ് നമ്മൾ ചെയ്യണം. സോ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹ്യൂമൻ ബോഡി അറിഞ്ഞിരിക്കുക. കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. എന്തിനാണ്? നമ്മുടെ മസിൽസിനും നമ്മുടെ ഓരോ ഓർഗൻസിനും ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എനർജിയാണ് ഇവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ക്യാമ്പ് ഫയർ. അത്യാവശ്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാം തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് തന്നെ പഠിച്ചാലും മതി. ക്യാമ്പ് ഫയർ എന്ന് പറയുമ്പോൾ ഇറ്റ് ബേൺസ് വുഡ് ആൻഡ് കൺവേർട്സ് കെമിക്കൽ എനർജി. അപ്പൊ ശരിക്കും ക്യാമ്പ് ഫയറിന്റെ കാര്യം എക്സാമിന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വുഡ് എവിടെ വേണമെങ്കിലും ബേൺ ചെയ്യാം അല്ലെ? വുഡ് എന്ന് പറയുന്നത് എന്താ? ഒരു കെമിക്കൽ ആണ്. സോ കാൻഡിൽ, ബാറ്ററി, വുഡ് എന്ത് വന്നാലും അവിടെ കെമിക്കൽ തന്നെയാണ്. സോ കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു തെർമൽ ആൻഡ് ലൈറ്റ് എനർജി. ഓട്ടോമൊബൈൽസിൽ നമ്മൾ പറഞ്ഞതാണ് പെട്രോളിന്റെ കാര്യം. ഇനി സൺ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ എനർജി ട്രാൻസ്ഫോംഡ് ഇൻ ടു ലൈറ്റ് ആൻഡ് തെർമൽ എനർജി അല്ലെ? ലൈറ്റും ഹീറ്റും ആണ് അല്ലെ? രണ്ട് റേഡിയേഷൻസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഭൂമിയിലോട്ട് സണ്ണിന്റെ എനർജി എത്തുന്നത്. സോ സൺ ട്രാൻസ്ഫോംസ് ന്യൂക്ലിയർ എനർജി. അത് ഓർക്കണം. സണ്ണിന്റെ അകത്ത് നടക്കുന്ന എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. സണ്ണിന്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ തമ്മിൽ ആഡ് ചെയ്തിട്ട് ഹീലിയം ന്യൂക്ലിയസ് അവിടെ ഉണ്ടാവുന്നു. ഓക്കെ. സോ സൺ ന്യൂക്ലിയർ എനർജീനെ എന്തായിട്ട്? ലൈറ്റും ഹീറ്റും ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. ലൈറ്റ്നിങ്ങിൽ എന്ത് സംഭവിക്കുന്നു? ലൈറ്റ്നിങ് ഒക്കെ വരുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്. ഓക്കെ. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട്? ലൈറ്റും ഹീറ്റും സൗണ്ടും അല്ലെ? ലൈറ്റ് വരും, ഹീറ്റ് വരും, സൗണ്ട് വരും ലൈറ്റ്നിങ്ങിന്റെ സമയത്ത്. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണേ? അവിടെ എന്താണ്? ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാരണമാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാരണമാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. നമ്മുടെ റബ്ബിംഗ് ഹാൻഡ്സ് റബ്ബ് ചെയ്യുമ്പോൾ എന്താണ്? കൈനറ്റിക് ടു തെർമൽ. ഇനി ഫ്ലാഷ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ടു ലൈറ്റ്. ഇതൊക്കെ എളുപ്പമാണ്. ആൻ ഒബ്ജക്ട് സ്പീഡ്സ് അപ്പ് വെൻ ഇറ്റ് ഫോൾസ്. ദ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് അല്ലേ? ഒരെണ്ണം വീഴുവാണ്. ഓക്കെ. സോ പൊട്ടൻഷ്യൽ കൈനറ്റിക്. ഹൈഡ്രോ ഇലക്ട്രിക് ഡാം എന്ത് ചെയ്യുന്നു? ഗ്രാവിറ്റേഷണൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബൈസൈക്കിൾ, ഡൈനാമോ, ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. ഡൈനാമോ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഡൈനാമോ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫയർ ക്രാക്കറിൽ എന്ത് സംഭവിക്കുന്നു? കെമിക്കൽ ആണ് അല്ലെ ഫയർ ക്രാക്കറിലുള്ളത്. സോ കെമിക്കലിന് എന്താക്കുന്നു? സൗണ്ടും ഉണ്ട് ലൈറ്റും ഉണ്ട് പടക്കം പൊട്ടുന്ന സമയത്ത്. ഇനി തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ത് ചെയ്യുന്നു? തെർമലിനെ ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ റേഡിയോ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കലിനെ സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൈനറ്റിക് എനർജി ക്യാരിഡ് ബൈ വിൻഡ് റൊട്ടേറ്റ്സ്. വിൻഡ് മില്ല് വിൻഡ് ആണ് അല്ലെ? അപ്പൊ അവിടെ കൈനറ്റിക് എനർജി ആണ് കാറ്റ് കൊണ്ട് കിട്ടുന്നത്. ആ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ഇനി ഇലക്ട്രോളിറ്റിക് സെല്ലിലുള്ളത് ഇലക്ട്രിക് എനർജിയാണ്. അതിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വെറാസ് വോൾട്ടായിക് അല്ലെങ്കിൽ ഗാൽവനിക് സെൽ അതെന്ത് ചെയ്യുന്നു? ഇതൊക്കെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽസ് ആണ് ശരിക്കും പറയണേ. ഇതൊരു പ്രൈമറി സെല്ലാണ് കേട്ടോ. വോൾട്ടായിക് ആൻഡ് ഡാനിയൽ ആൻഡ് ലെക്ലാൻഷെ സെൽ എന്നൊക്കെ പറയും. ലെക്ലാൻഷെ സെല്ലൊക്കെ എന്താണ്? പ്രൈമറി സെല്ലുകളാണ്. സോ ഈ പ്രൈമറി സെല്ലുകൾ എന്താണ്? കെമിക്കലിനെ ഇലക്ട്രിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പക്ഷെ ഇലക്ട്രോളിറ്റിക് സെൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോളിറ്റിക് സെൽ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി കെമിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞിരിക്കുക കേട്ടോ.
ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ടേബിൾ ഫാൻ, ബൾബ്, മോട്ടോർ, ഇലക്ട്രോളിസിസ് കെമിസ്ട്രിയുടെ പ്രോസസ്സാണ്. ഇലക്ട്രിക്കലിനെ കെമിക്കൽ ആൻഡ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ടെലിവിഷൻ, ഓട്ടോമൊബൈൽ, ദെൻ ബേണിങ്ങിന്റെ സമയത്ത് വുഡ് ആണെങ്കിൽ എങ്ങനെയാണ്, ദെൻ ഡ്രൈ സെൽ എങ്ങനെയാണ്, കെമിക്കൽ ടു ഇലക്ട്രിക്കൽ ആണ്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് റണ്ണിങ്ങിന്റെ സമയത്ത് കെമിക്കൽ ടു മെക്കാനിക്കൽ ആൻഡ് ഹീറ്റ് എനർജി. നമ്മൾ റണ്ണിങ്ങിന്റെ സമയത്ത് നമ്മുടെ അകത്ത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് അല്ലെ, അത് മെക്കാനിക്കലും ഹീറ്റും ആയിട്ട് ഉണ്ടാവുന്നു. ദെൻ ഫയർ ക്രാക്കേഴ്സിൽ എന്ത് സംഭവിക്കുന്നു ഓൾറെഡി പറഞ്ഞു. സ്റ്റീം എഞ്ചിന്റെ കാര്യം ഓർക്കുക. കെമിക്കൽ ടു ഹീറ്റ്, മെക്കാനിക്കൽ സൗണ്ട്, മൂന്നുണ്ടാവുന്നുണ്ട് സ്റ്റീം എഞ്ചിനിൽ. ഹീറ്റ്, മെക്കാനിക്കൽ എനർജി ആൻഡ് സൗണ്ട് എനർജി. ഓക്കെ, വിൻഡ് മിൽ പറഞ്ഞു. ജനറേറ്റർ, ഫോട്ടോസിന്തസിസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൈറ്റിനെ കെമിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ലൈറ്റിനെ കെമിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി സോളാർ സെൽ എന്ന് പറയുമ്പോൾ ലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് നമ്മൾ പറഞ്ഞു. മൈക്രോഫോൺ നമ്മൾ പറഞ്ഞതാണ്. ബോംബ് ബ്ലാസ്റ്റ് എന്താണ്, സൗണ്ട് എനർജിയാണ്. അല്ലെങ്കിൽ നമുക്ക് സൗണ്ടിനെ മെക്കാനിക്കലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു പറയാം, അല്ലെങ്കിൽ കെമിക്കൽ ടു മെക്കാനിക്കൽ എന്നും പറയാൻ സാധിക്കും കേട്ടോ. കാരണം കെമിക്കൽ റിയാക്ഷൻ ആണ്. ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ബോംബിന്റെ അകത്ത് നടക്കുന്ന ശരിക്കും ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഫ്യൂഷൻ ബോംബുകളും ഉണ്ട്. ഓക്കെ, സോ ജസ്റ്റ് സമ്മറി നമുക്കൊന്ന് നോക്കാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. അതാണ് വർക്ക് ഡൺ. ഓക്കെ, സോ എനർജി എന്താണ്, എനർജി ഈസ് നീഡഡ് ടു ഡു വർക്ക്. എനർജി ഈസ് ദി എബിലിറ്റി ടു ഡു വർക്ക്. ഓക്കെ ആണല്ലോ. ദെൻ ദ റേറ്റ് ഓഫ് കൺവേർട്ടിംഗ് എനർജി യൂസിങ് എനർജി, റേറ്റ് ഓഫ് കൺവേർട്ടിംഗ് എനർജി അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പവർ എന്ന് പറയുക. മനസ്സിലായല്ലോ, 3 ടേംസ് ആണ് പറഞ്ഞത്. വർക്ക്, എനർജി, പവർ. ഓക്കെ, സോ 1 watt is equal to rate of work of 1 joule per second. നമ്മൾ പറഞ്ഞതാണ്. 1 kilowatt hour is the energy expended when work is done at the rate of 1 kilowatt for at the time of 1 hour. ഓക്കെ, അപ്പൊ 1 kilowatt hour എന്താണ്, 1 kilowatt 1 hourലോട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ്, അത്രയും വർക്ക് ഡൺ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുക, 1 kilowatt hour എനർജി സ്പെൻഡ് ചെയ്തു എന്ന് പറയാറുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് എന്താണ്, 1 watt പവർ ആണ് ഈ 1 watt എന്ന് പറയുന്നത്. ഇതെന്താണ്, കിലോവാട്ട് അവർ എനർജിയാണ്. ദെൻ എഫിഷ്യൻസി ഓൾറെഡി നമ്മൾ പറഞ്ഞു, എത്ര യൂസ്ഫുൾ എനർജി നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് നോക്കുന്നതാണ് എഫിഷ്യൻസി. ഓക്കെ, യൂസ്ഫുൾ എനർജി അതുകൂടി ഓർക്കണം. Energy is measured how much of total energy spent may be considered useful and is not lost. ഓക്കെ, നഷ്ടപ്പെട്ടു പോവാതെ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ എഫിഷ്യൻസി. ഓക്കെ, സോ നമുക്ക് 2-3 PYQs നോക്കാം. ഈ MCQs ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. The kinetic energy of a body of mass m and velocity v equal to. അപ്പോൾ മാസ് എമ്മും വെലോസിറ്റി വിയും ഉള്ള ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജി എന്തായിരിക്കും, mv² mv/2 m²v/2 mv²/2. നമ്മൾ പഠിച്ചത് KE = ½ mv² എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു. അതിന്റെ കൂടെ യും കൂടി ഓർത്തിരിക്കുക, mgh അല്ലെ, പൊട്ടൻഷ്യൽ എനർജി mgh. ഈ 2 ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് പഠിച്ചത്. സോ ഇതിൽ ഏതും ഇല്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഏതാണ്, mv²/2 തന്നെയാണ്. ഇത് തന്നെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ഓപ്ഷൻ 4. Okay. When did an object have more kinetic energy? Kinetic എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഇത് ജസ്റ്റ് ഇക്വേഷൻ, ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പോലെ ഒന്നാണ്. സോ ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി കൂടുക എപ്പോഴാണ്? ഓക്കെ, ഇറ്റ് പോസസ് അല്ലെങ്കിൽ ഇറ്റ് ഹാസ് മോർ കൈനറ്റിക് എനർജി എപ്പോഴായിരിക്കും? When the time given on an object doubled. അപ്പോൾ ഓർത്താൽ മതി, കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓർക്കാം. സോ ടൈം ഡബിൾ ചെയ്യുമ്പോഴാണോ കൈനറ്റിക് എനർജി കൂടുക എന്ന് ഓർക്കുക. ദെൻ വെൻ ദ മാസ് ഓഫ് ആൻ ഒബ്ജക്ട് ഡബിൾഡ്, മാസ് ഡബിൾ ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി കൂടുമോ? അല്ലെങ്കിൽ വെൻ ദ മാസ് ഓഫ് ആൻ ഒബ്ജക്ട് ബിക്കം ഹാഫ്, മാസ് ഹാഫ് ആക്കിയാൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവോ? അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോവ് ആണോ? ഇതിൽ എന്ത് ചെയ്താലും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഓർക്കുക. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇക്വേഷനിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്, mv² ആണ്. സോ m ആണ്. m ആണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്താലും മാസ് ഇൻക്രീസ് ചെയ്താലും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. സോ മാസ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നെ മാസ് ഡബിൾഡ് എന്നും കൊടുത്തിട്ടുണ്ട്, മാസ് ബിക്കംസ് ഹാഫ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ മാസ് ബിക്കംസ് എന്താണ്, ഡബിൾഡ്. when the mass of an object become double ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്ത് സംഭവിക്കുക, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുക. ഓക്കെ,
What are the two necessary conditions for work to be done? Work done necessary conditions ആണ് എന്ന് വെച്ചാൽ W is equal to, അപ്പോൾ വർക്ക് ഡൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഇക്വേഷൻ എഴുതുക Fs cos theta. അപ്പോൾ ഫോഴ്സ് ആൻഡ് വെലോസിറ്റി ആണോ, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ആൻഡ് ടൈം, നൺ ഓഫ് ദീസ്. ഏതാണ്? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഇസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഇനി വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്? വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ഓക്കെ, ന്യൂട്ടൺ ആണോ, വാട്ട് ആണോ, ജൂൾ ആണോ, ഓൾ ഓഫ് ദി എബോവ് ആണോ? നമുക്കറിയാം ജൂൾ ആണ്. ദ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഓക്കെ, സോ താങ്ക് യു. ഇതാണ് നമ്മുടെ വർക്ക് എനർജി പവറിന്റെ അത്യാവശ്യം എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാം നന്നായിട്ട് നോക്കിയിട്ട് എക്സാമിന് പോവുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.